السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പരിശുദ്ധ ഖുർആൻ സർവാതിശായിയായ വേദഗ്രന്ഥം എന്ന ഒരു വിഷയത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഖുർആൻ സംബന്ധിയായി തന്നെയായിരുന്നു ഈ വേദിയിൽ സംസാരിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യം, കേരളത്തിലെ മതനിഷേധികളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ആരോപണം ഉന്നയിച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച എന്ന വിധം പരിശുദ്ധ ഖുർആനിൻ്റെ മൗലികതയും അതിൻ്റെ സർവാതിശായിത്വവും വിവിധ ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. ഖുർആൻ ഒരു മഹാസമുദ്രമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം തീർന്നുകൊള്ളണം എന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചിടത്തോളം പറയാൻ നമ്മുടെ ക്ലാസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനും നമുക്ക് പറ്റില്ല. അപ്പോൾ വിശുദ്ധ വേദത്തിൻ്റെ വിവിധങ്ങളായ ജ്ഞാനമേഖലകളിൽ നിന്ന് ചിലതിങ്ങനെ പല സന്ദർഭങ്ങളായി സംസാരിക്കലേ നിർവാഹമുള്ളൂ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള പല ആളുകളും പരിശുദ്ധമായ ഖുർആൻ ദൈവികമല്ലെന്നും മനുഷ്യന് മൂല്യവത്തായ സന്ദേശങ്ങളൊന്നും ഖുർആൻ നൽകുന്നില്ലെന്നും അത് കേവലം ആരാധനകളെ കുറിച്ച് പറയുകയാണെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലയിടങ്ങളിൽ വെച്ച് തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്ത ഒരു പ്രാചീന പുസ്തകമാണെന്നും അതിനപ്പുറം ഖുർആന് യാതൊരു വിലയില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പരിശുദ്ധ വേദത്തെയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശധാരയെയും എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പലപ്പോഴും ഈ വേദിയിൽ തന്നെ നമ്മളത് സൂചിപ്പിച്ചതുമാണ്. അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. ഒരക്ഷരത്തിന് പോലും തിരുത്തോ മാറ്റമോ സംഭവിക്കാത്ത ദൈവികമായ സന്ദേശത്തിൻ്റെ സമാഹാരമാണ് ഖുർആൻ. ഇന്ന് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസം സാമ്പത്തികമായി മുന്നോട്ട് വെക്കുന്ന എല്ലാ രീതികളെയും മാർഗങ്ങളെയും ഒരു നിലക്കും പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല. പൊതുവെ പറഞ്ഞാൽ എന്തുകൊണ്ട്? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക ശീലുകൾക്ക് വിരുദ്ധമാണത്. പലിശയിൽ അധിഷ്ഠിതമാണ് ക്യാപിറ്റലിസത്തിൻ്റെ സാമ്പത്തിക ആർജന മാർഗങ്ങൾ. സ്ത്രീകളെ അമാന്യമായി പ്രദർശിപ്പിക്കുന്നതാണ് അവരുടെ പരസ്യരീതികൾ. വഞ്ചനയും പൂഴ്ത്തിവെപ്പും സ്വജനപക്ഷപാതിത്വവുമാണ് അവിടെ കാര്യമായി വിളയാടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വൈകാരികമായ ചോദനകളെ ഉദ്ദീപിപ്പിച്ച് അവനെ ധാർമ്മികതയിൽ നിന്ന് തെറ്റിക്കുന്നതാണ് അതിൻ്റെ ശൈലി. ഓരോ രംഗത്തും നമുക്കത് കാണാൻ പറ്റും. ഇക്കിളികൾക്കാണ് അവിടെ പ്രാധാന്യം. പിന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന വിവിധ പ്രവണതകൾ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡറിസം അതിൻ്റെ ഭാഗമാണ്. ഗേയും ലെസ്ബിയനും അതിൻ്റെ ഭാഗമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഗേകളിലാണെന്ന് ഏറ്റവും പുതിയ പഠനം വരെയും തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എയ്ഡ്സ് എന്ന മാരകമായ രോഗം ഒരു 10 വർഷത്തോളം മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ 10 വർഷത്തെ ചികിത്സയും മെഡിസിനും ആശുപത്രിവാസവും മുന്നിൽ കാണുന്നവർക്ക് തീർച്ചയായും ഗേ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. കുറച്ച് വളഞ്ഞു തിരിഞ്ഞ് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണിത്. മനുഷ്യനിൽ ഇങ്ങനെ ഒരു രോഗം നിലനിൽക്കൽ അവരുടെ ആവശ്യമാണ്. എന്തുകൊണ്ട്?
അപ്പോഴാണ് നിരന്തരമായ ചികിത്സയും അതിൻ്റെ അനുബന്ധങ്ങളും അതിൻ്റെ മരുന്ന് നിർമ്മാണവും ഒക്കെ കൊഴുക്കുള്ളൂ. വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കൂ. ഈ വേദിയിലും അല്ലാതെയും നമ്മൾ സൂചിപ്പിച്ചതാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പല വിധത്തിൽ പ്രലോഭനം നടത്തിയിട്ട് ഒരു മനുഷ്യനെ സൃഷ്ടിപരമായി അവനുള്ള ലിംഗത്വത്തിൽ നിന്ന്, ജെൻഡറിൽ നിന്ന്, സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, ആണാണെങ്കിൽ ആണ്, ഇതിൽ നിന്ന് മാറ്റി മറ്റൊരു ജെൻഡറിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 12-13 സർജറികൾ വേണം, മേജർ സർജറികൾ. പിന്നെ അനുബന്ധമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള കുറേ സംഗതികൾ വേറെയും വേണം. 2 വർഷം മുന്നേ മുതൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അയാൾ മരിക്കുന്നത് ഏത് കാലമാണോ അതുവരെയും ഇത് തുടരുകയും വേണം. ഇതിനിടയിൽ എത്രയെത്ര ചെലവ് വരുന്നു? ഏകദേശം 10-40 ലക്ഷം രൂപ ചെലവ് വരുന്നു. അപ്പോൾ ഒരു 10-100 ആളുകൾ ഒരു സ്റ്റേറ്റിൽ ട്രാൻസ്ജെൻഡറുകളായി മാറുകയാണെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതൊരു ചാകരയാണ്. പരിശുദ്ധ ഇസ്ലാം മാനവികതയോടൊപ്പം നിൽക്കുന്നു. ഇത് പാടില്ലെന്ന് പറയുന്നു. മനുഷ്യൻ നൈസർഗികമായി ലഭ്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. പലവിധ ചോദനകളാൽ അവൻ്റെ മനസ്സിൽ എതിർ ജെൻഡറിനെ പറ്റി ചോദ്യം വരുമ്പോൾ, ആവേശം വരുമ്പോൾ അതിനെ മാനസികമായ പ്രശ്നം എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം അവർക്ക് വെറുക്കപ്പെട്ടതായി മാറുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി, ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്ന ആദർശമാണ് ഇസ്ലാം. ഇന്നലേക്ക് ലോകം വികസിക്കുകയും പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിക്കുകയും ലോകത്തുള്ള കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളാവുകയും ചെയ്താൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ബിസിനസ് താല്പര്യങ്ങൾ വേണ്ട വിധം വിജയിക്കാതെ വരും. അതുകൊണ്ടാണ് ന്യൂ എയ്ത്തിസം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്തെടുത്തു പറഞ്ഞാലും ഇസ്ലാമിൻ്റെ മേക്കെട്ട് കയറുന്നത് ഒരു മതവിമർശനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ രാഷ്ട്രീയപരവും മതപ്രചാരണത്തിൻ്റെ ഭാഗമായും മറ്റ് പല ഉദാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി 9 ഭാര്യമാരുണ്ടായിരുന്നു. 9 ഭാര്യമാരുണ്ടായിരുന്നു. കുറേയൊക്കെ നമ്മൾ അതേക്കുറിച്ച് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് പറയേണ്ടതുമുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ 9 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ അബദ്ധമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് 10,000-ൽ പരം ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനെ കുറിച്ചൊന്നും പറയാനില്ല. പറയണം എന്നല്ല ഞാൻ പറയുന്നത്. ബൈബിളിലെ ഓരോ പ്രവാചകന്മാരെയും പരിശോധിക്കുക. 100 കണക്കിന് ഭാര്യമാരുണ്ട്. ദാവീദിന് 100 ഭാര്യമാരിലധികമുണ്ട്. അതേക്കുറിച്ച് ഇവർക്ക് പറയാനില്ല എന്നല്ല, ആ ആദർശത്തെ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ മറുപടി പറഞ്ഞ മൈത്രേയൻ തന്നെയും ഇതുപോലുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വാചകം ഉദ്ധരിച്ച് അതിന് സമാനമായത് ഇസ്ലാമിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാര്യമാരെ കുറിച്ചോ ഇതോ സംസാരിക്കേണ്ട വേദിയല്ല ഇത്. നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. ഞാനത് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ 10,000-കണക്കിന് ഭാര്യമാരുള്ളവരെ കുറിച്ചൊന്നും പറയാതിരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നത്തെ സന്ദർഭത്തിലും അന്നത്തെ രാഷ്ട്രീയപരമായ ആവശ്യത്തിൻ്റെ ഭാഗമായുമുള്ള 9 ഭാര്യമാർ വലിയ വിവാദമായി മാറുന്നു. ഇതിൻ്റെ ഭാഗമാണ് പരിശുദ്ധ ഖുർആനെതിരെ നിരന്തരമായി അവരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ലാഭം എന്താണെന്നറിയും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആലോചിച്ച് നോക്കുക. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൈത്രേയൻ പറഞ്ഞു ഖുർആനിൽ മനുഷ്യന് പറ്റുന്ന ഏതെങ്കിലും ഒരു വാക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന്. അതിനെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാർ മറുപടികളുടെ മാലപ്പടക്കം സൃഷ്ടിച്ചു. ഈ മൈത്രേയെന്ന് സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഖുർആനിലുള്ള വളരെ മാനവികമായ നിരവധിയായ ആദർശങ്ങൾ ഇതുവഴി പഠിക്കാനായി. യുക്തിവാദം സെർച്ച് ചെയ്യുന്നവർക്ക്, മൈത്രേയൻ സെർച്ച് ചെയ്യുന്നവർക്ക്, ഖുർആൻ സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ നിരവധിയായ മറുപടികളുടെ ഒരു ശൃംഖല തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും രൂപപ്പെട്ടു. ഇതൊക്കെ എല്ലാവരും കേട്ടു. ഈ കേൾക്കാൻ എങ്ങനെ നിമിത്തമായത്? ഖുർആനിൽ ഒരൊറ്റ വാക്ക് മനുഷ്യന് പറ്റുന്നത് കൊള്ളാവുന്നതുണ്ടോ എന്ന് ഈ മനുഷ്യൻ ചോദിച്ചതുകൊണ്ട്. ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയൊരു സ്വാധീനം.
ഇപ്പോഴും അത് ലോകത്തെ ചലനാത്മകമായി നിലനിർത്തുന്നു. ബുദ്ധിപരമായി എല്ലാ സമൂഹത്തോടും എല്ലാ ഘട്ടത്തിലും പരിശുദ്ധ ഖുർആൻ സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഖുർആനിൻ്റെ സർവാതിശായിത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മഹാത്ഭുതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അവിടുന്ന് അവസാന പ്രവാചകരാണെന്ന് നമുക്കറിയാം. 33-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ മകാന മുഹമ്മദുൻ നബാഹിദും മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരാണെന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ഇനിയൊരു പ്രവാചകൻ വരാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ് എന്നതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാകുന്ന ഖുർആൻ എന്നുമെന്നും നിലനിൽക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ സ്ഥിരീകരണമായി അത് മാറുന്നു. എത്രയെത്ര വലിയ ചിന്തകന്മാരാണ് ഖുർആൻ പഠിച്ചതുകൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിൻ്റെ തീരത്തണഞ്ഞവർ. വലിയ വലിയ ചിന്തകന്മാർ. ഖുർആൻ തുറന്നു നോക്കാതെ വിമർശിക്കുന്നവർ പലപ്പോഴും പുറത്ത് തന്നെ നിൽക്കും. പക്ഷേ ഖുർആൻ ഒന്ന് തുറന്നു നോക്കുന്നതോടുകൂടി അവരുടെ ഭാവം മാറും, അവരുടെ വിമർശനത്തിൻ്റെ രീതി മാറും. പിന്നെ ഖുർആനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ സജീവമായി നിലകൊള്ളും. എന്തുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രമാണമാണ് ഖുർആൻ. നബി തങ്ങൾ അവസാനം വരെയുള്ള പ്രവാചകരാണ്, ഒരു തർക്കമല്ല ഖുർആനിനും ഹദീസിനും. 200-ലധികം ഹദീസുകളിൽ ഹബീബായ നബി തങ്ങൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അസംബന്ധമായ പൂർവികമായ പഠനങ്ങളുണ്ട്. അത്തസ്രീഹ് ബിമാ തവാതറ ഫീ നുസൂലിൽ മസീഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്തെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. അവിടുന്ന് അവസാന പ്രവാചകരാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആ നബി അവസാന നബിയാകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം അവസാന കാലം വരെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നബിയാണെന്നതിൻ്റെ പ്രമാണം എന്നും നിലനിൽക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി റബ്ബ് തന്നെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് ഖുർആൻ മനോഹരമായി കാണാതെ പഠിക്കാൻ കഴിയുന്നത്. മറ്റ് ഗ്രന്ഥങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത. 2 കോടിയിലധികം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇന്ന് വളരെ സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ഒരു വലിയ ഭരണാധികാരി വന്ന് ഖുർആൻ്റെ എല്ലാ കോപ്പികളും കണ്ടുകിട്ടിയാലും എല്ലാ സോഫ്റ്റ്വെയറുകളും ഖുർആൻ ഓതാൻ പറ്റുന്ന ആപ്പുകളും നശിപ്പിച്ചാലും നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ പ്രിൻ്റ് എടുത്താക്കാൻ ഈ ഒരു സമൂഹത്തിന് സാധ്യമാണ്. കാരണം ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആപ്പിൽ 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സംരക്ഷിതമായി നിൽക്കുന്നു. മറ്റൊരു വേദത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. മറ്റൊരു വേദത്തിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. 600-ലേറെ പേജുള്ള ഈ ഒരു വലിയ ഗ്രന്ഥം സിമ്പിളായിട്ട് ഇതുപോലുള്ളൊരു ഗ്രന്ഥം കാണാതെ പഠിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ചെറിയ ചെറിയ മക്കൾ പോലും ഇത് കാണാതെ പഠിക്കുന്നു. 4 മാസം കൊണ്ടും 5 മാസം കൊണ്ടും ഖുർആൻ കാണാതെ പഠിച്ചവർ ചരിത്രത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഖുർആന്റെ സംരക്ഷണത്തിന് അള്ളാഹു തീരുമാനിച്ച ഒരു മാർഗമാണ്. ഖുർആന്റെ ഭാഷയെക്കുറിച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ പ്രധാനമായി ഖുർആന്റെ മഹാത്ഭുതം വിശദീകരിക്കുന്നത് ഭാഷാപരമായ ചില തെളിവുകളിലൂടെയാണ്. മറ്റു പല മാർഗങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പറഞ്ഞല്ലോ, വിവിധ ഘട്ടങ്ങളിലേക്ക് നമുക്കത് മാറ്റിവെക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു ഭാഷയാണ്. നമ്മുടെ നാട്ടിലുള്ള വിവിധ ഗ്രന്ഥങ്ങളുണ്ട്. ഋഗ്വേദം, സാമവേദം പോലെയുള്ള ചതുർവേദങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, സ്മൃതികൾ. ഇതിലൊന്നും ഉപയോഗിച്ച ഭാഷ ഇന്ന് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുടെ ശൈലിയേ അല്ല. ഇന്ന് സംസ്കൃതത്തിൽ PG കഴിഞ്ഞ ഒരു നല്ല പഠിതാവിന് ഈ ഗ്രന്ഥങ്ങൾ നോക്കി അർത്ഥം പറയാൻ കഴിയുകയേയില്ല. എന്തുകൊണ്ട്? ഭാഷാപരമായി അത്രയ്ക്ക് മാറ്റമുണ്ട്. ഹീബ്രു എന്ന് പറയുന്ന പഴയ നിയമം ബൈബിളിൻ്റെ ഭാഷ ഇന്ന് ലോകത്ത് നിലവിലില്ലേയില്ല. ഇസ്രായേൽ ഭരണം സ്ഥാപിച്ചതിന് ശേഷം ആധുനിക ഹീബ്രുവെ അവർ സൃഷ്ടിച്ചെടുത്തു. മൃദമായിരുന്ന ആ ഭാഷയെ അവർ വേറെ രീതിയിൽ സൃഷ്ടിച്ചെടുത്തു. അതും ക്ലാസിക്കൽ ഹീബ്രുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുതിയ നിയമം ബൈബിൾ ഇറങ്ങിയത് അരമായിക്ക് ഭാഷയിലാണെന്ന് ഒട്ടുമിക്ക ബൈബിൾ പണ്ഡിതന്മാരും സമ്മതിക്കുന്നു. ഡി ബാബു പോളോട് അടക്കം. അരമായിക്ക് എന്ന് പറയുന്ന അടിസ്ഥാന ഭാഷ ഇന്ന് ലോകത്ത് നിലവിലില്ലേയില്ല. അപ്പൊ ഈ ബൈബിൾ എന്ന് പറയുന്ന 27 പുതിയ നിയമം പുസ്തകങ്ങളുടെ ഒരു അടിസ്ഥാന കോപ്പി കണ്ടുകിട്ടിയെന്ന് വെറുതെ സങ്കല്പിക്കുക. ആ ഭാഷ ഇന്ന് ലോകത്ത് നിലവിലില്ല. വെറുതെ ഒരു ചിത്രപുസ്തകം പോലെ നോക്കി നിൽക്കേണ്ടി വരും. ഡി ബാബു പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ബൈബിൾ നിഘണ്ടുവാകുന്ന വേദശബ്ദ രത്നാകരം പ്രസിദ്ധീകരിക്കുന്നത് 10-30 വർഷം മുന്നെയാണ്.
അന്ന് അദ്ദേഹം അതിലെഴുതുന്നുണ്ട്, ഇക്കാലത്ത് ഫലസ്തീനിലെ ഒരു ചെറിയ വിഭാഗം മുസ്ലിമീങ്ങൾക്ക് അരമായിക്ക് ഭാഷ അറിയാമെന്ന്. 30 വർഷം മുന്നേ ഫലസ്തീനിലെ ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങൾക്ക് അരമായിക്ക് ഭാഷ അറിയാം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു അന്യവേദം, മുസ്ലിങ്ങളുടേതല്ലാത്തൊരു വേദം, അതിൻ്റെ പൂർവ്വരൂപത്തിൽ ഇന്ന് എവിടുന്നെങ്കിലും ലഭ്യമായി എന്ന് വെറുതെ സങ്കല്പിക്കുക. അതിൻ്റെ അർത്ഥവും ആശയവും പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു മതക്കാരെ സമീപിക്കേണ്ട ദുർഗതി ആ വേദമായിട്ട് ബന്ധപ്പെട്ട് എത്രമേൽ വലിയൊരു ഭാഗ്യദോഷമാണ്. ഇനി പുതിയ നിയമം എഴുതപ്പെട്ട 27 ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രാചീനമായ ഭാഷ ഗ്രീക്കാണ്. യുനാനി എന്നൊക്കെ പറയുന്ന യവന ഭാഷ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ യേശുക്രിസ്തു സംസാരിച്ചത് അല്ലെങ്കിൽ ഇഞ്ചീൽ എന്ന് പറയുന്ന സുവിശേഷം അവതരിച്ചതൊന്നും ഗ്രീക്ക് ഭാഷയിലേ അല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സുറിയാനിയുടെ തദ്ഭവമായ അരമായിക്കിലോ ആണത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ബൈബിളിലെ സുറിയാനി അരമായിക്ക് പദങ്ങളെന്നും പറഞ്ഞിട്ട്. ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ പുതിയ നിയമം ബൈബിൾ ഗ്രീക്ക് ഭാഷയിലാണ്. എന്ന് വെച്ചാൽ ഹീബ്രുവിൽ നിന്നോ സുറിയാനിയിൽ നിന്നോ ഉള്ള മറ്റൊരു ഭാഷയിലേക്കുള്ള പരിഭാഷാ പുസ്തകമാണ് ഇന്നത്തെ ഏറ്റവും ആധികാരികമായ സ്രോതസ്. ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഈ ഭാഷാഗോത്രങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, 8 ഭാഷാഗോത്രങ്ങൾ. അതിൽ വളരെ പ്രാചീനതമമായ ഭാഷാഗോത്രമാണ് സെമിറ്റിക് ലാംഗ്വേജുകൾ. എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാകുന്ന സാമിലേക്ക് ചേർക്കപ്പെട്ട ഭാഷാഗോത്രങ്ങൾ. അത് 4 ഹീബ്രു, സുറിയാനി, അരമായിക്, അറബിക്. ഈ 4 ഭാഷാഗോത്രത്തിൽ പോലും പെടാത്ത ഒരന്യ ഭാഷാഗോത്രത്തിലുള്ളതാണ് ഗ്രീക്ക്. ഗ്രീക്ക് ഏത് ഭാഷാഗോത്രത്തിലാണ് പെടുക? ഇൻഡോ യൂറോപ്യൻ. അതിലേതൊക്കെയുള്ളത്? ഇംഗ്ലീഷ്, ഗ്രീക്ക്, സംസ്കൃതം. ഈ ഭാഷാഗോത്രങ്ങൾ പരസ്പരം ബന്ധമുണ്ടാവും. ഇപ്പൊ അറബിയിൽ സലാം എന്നുള്ളത് ഹീബ്രുവിൽ ഷലോം എന്നാവും. അറബിയിൽ നബിയൂൻ എന്നുള്ളത് ഹീബ്രുവിൽ നബിയും എന്നാവും. അറബിയിൽ കുത്തുബ് എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിൽ കുത്തുബ് എന്നാവും. കണ്ടോ എത്ര നല്ല ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഈ ഭാഷാഗോത്രങ്ങൾ പരസ്പരം ആദാന പ്രധാനങ്ങൾ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും നിയമത്തിൽ പോലും യോജിപ്പുണ്ടാകും. പക്ഷെ തീരെ ഈ ഭാഷാഗോത്രത്തിൽ പോലും പെടാത്ത തീർത്തും അന്യമായ ഗ്രീക്ക് ഭാഷയിലാണ് ആധികാരികമായ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പഴയ സ്രോതസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഗ്രന്ഥവും മൂലകൃതിയെപ്പോലെയാവില്ല പരിഭാഷ എന്ന് നമുക്കറിയാം. ഒരു നല്ല നോവൽ, ഇംഗ്ലീഷിലുള്ള ഒരു നോവൽ, നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞ് ഇംഗ്ലീഷിൽ വായിക്കുന്ന സുഖം ഒരിക്കലും ആരോ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്താൽ അത് വായിച്ചാൽ കിട്ടൂല. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയെ അള്ളാഹു എത്രമേൽ മനോഹരമായി സംരക്ഷിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആനിലെ ഏതെങ്കിലും ഒരു ഭാഗം മറിച്ചെടുത്തിട്ട് ആധുനികമായി അറബി പഠിച്ച ഒരാൾക്ക് അതിൻ്റെ അർത്ഥം അറിയാതെ പോകുന്നേയില്ല. ഖുർആനിൽ തന്നെ മുത്തശാബിഹാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആയത്തുകളുണ്ട്. അത് അവതരണ കാലത്തും ഇന്നും അറിയണമെന്ന് റബ്ബ് വിചാരിച്ച അത്രയും അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കൂ. എന്നാലും അതിൻ്റെ പദമോ ഭാഷാപരമായ അർത്ഥമോ അറിയാത്തൊരു സംഭവം വരുന്നില്ല. സൂറത്ത് ആലിമ്രാന്റെ 7-ാമത്തെ വചനത്തിൽ ഇതേക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. മുമ്പങ്ങാണ്ട് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗാർ സൗറിൽ താമസിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ശത്രുക്കൾ അതിൻ്റെ അടുത്തുവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി എത്തുന്നു. അവരുടെ കാല് ഗുഹയിലിരുന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണാനാകുന്നു. ബേജാറോടുകൂടെ അവിടുന്ന് പ്രിയപ്പെട്ട ഹബീബിനോട് പറയുന്നുണ്ട്, ദേ അവരുടെ കാല് കാണുന്നു, ഒന്ന് കുനിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മെ കണ്ടുപോകും. എന്നെക്കുറിച്ചല്ല എൻ്റെ ആശങ്ക, പ്രിയപ്പെട്ട റസൂലെ അങ്ങയെ അവർ ഉപദ്രവിച്ചാൽ. ഹബീബായ നബി തങ്ങൾ 2 കാര്യമാണ് അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറയുന്നത്. മാ ലന്നുക ബിസ്നൈൻ വല്ലാഹു സാലിസുഹുമാ. ഈ 2 പേരെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു സിദ്ദീഖോരെ, അള്ളാഹു മൂന്നാമനായിരിക്കുമ്പോ?
രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്ന ഒരു വാക്ക്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ടെൻഷൻ അടിക്കരുത്, അള്ളാഹു കൂടെയുണ്ട്. 1500 വർഷം മുന്നേ ഹബീബായ നബി തങ്ങൾ മദീനയിലേക്കുള്ള യാത്രാമധ്യേ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞ ആ 2 പദങ്ങളും വാക്യങ്ങളും ഇന്നത്തെ അറബിയിലും സക്രിയമായി നിലനിൽക്കുന്നു. ഒരു മാറ്റമില്ല. എന്നല്ല, അറബി സാന്ത്വന സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കൂടുതൽ ചെലവായിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരും പോലും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ടെൻഷൻ അടിക്കരുത്, അള്ളാഹു കൂടെയുണ്ട്. 1500 വർഷം മുന്നേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ, ഖുർആൻ ഉദ്ധരിച്ച ആ വാക്ക് ഇന്നും അറബി സാഹിത്യത്തിലെ മനോഹരമായ ഒരു വാക്യ സമുച്ചയമായി നിലനിൽക്കുന്നു. ഒരു മാറ്റവും വന്നിട്ടില്ല. ആർക്കും അത് തിരിച്ചറിയാതെ പോയിട്ടുമില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാപരമായ സർവാതിശായിത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില സൂചനകൾ നൽകിയതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം ഖുർആന്റെ ആധികാരികതയ്ക്ക് പ്രധാനമാണ്. അവിടുന്ന് ഔദ്യോഗികമായ വിദ്യാഭ്യാസ സംരംഭങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല. അതിന് പറ്റാത്ത വിധമാണ് അവിടുത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നത്. ജനിക്കുന്നതിൻ്റെ മുമ്പേ പിതാവ് മരണപ്പെട്ടു. ഏകദേശം 5.5 വയസ്സ് 6 വയസ്സാകുമ്പോൾ ഉമ്മ മരണപ്പെട്ടു. പിന്നെ അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്ത് അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നീട് അബൂ ത്വാലിബ് മരിച്ചു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന മഹദിയാം ഖദീജത്തുൽ കുബ്ര റസൂൽ തങ്ങളുടെ 53-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനിടയ്ക്ക് ദാരിദ്ര്യം സഹിക്കവയ്യാഞ്ഞിട്ട് കച്ചവടത്തിന് പോകേണ്ടി വന്നു. പലപ്പോഴും ആടുകളെ മേച്ച് നടക്കേണ്ടി വന്നു. വിദ്യാഭ്യാസ സംരംഭങ്ങളിലൊന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തില്ല. അങ്ങനെ വളരൽ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായിട്ട് വിജ്ഞാനം നേടിയ ഒരാളാണെങ്കിൽ, അറബി സാഹിത്യത്തിൽ 3-4 PhD ഒക്കെ ഉള്ള ആളാണെങ്കിൽ, ലോകത്തെ വെല്ലാനുള്ള അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന പരിശുദ്ധ ഖുർആനുമായി റസൂല് വരുമ്പോൾ അത് മൂപ്പരാൾ അവിടുന്ന് ഒപ്പിച്ചതാന്ന് പറയാൻ പറ്റുമായിരുന്നു. അത് പറ്റാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണ്ണ നിരക്ഷരനായി വളർന്നു വന്നു. ഖുർആൻ തന്നെ സൂറത്ത് അങ്കബൂത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ഇർതാബൽ മുബ്തിലൂൻ എന്നതിന്റെ കാരണം പറയുന്നുണ്ട്. അങ്ങ് ഇതിൻ്റെ മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, ഒരക്ഷരം എഴുതിയിട്ടില്ല. അല്ലായിരുന്നുവെങ്കിൽ ശത്രു വിഭാഗത്തിന് സംശയിക്കാമായിരുന്നു. ഇനി സംശയിക്കാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തറിയുന്ന ആളല്ല, അവിടുന്ന് വായിക്കാൻ അറിയുന്ന ആളല്ല. ഒരു പുസ്തകവും അവിടുന്ന് രചിച്ചിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരാൾ അന്നത്തെ മഹാപണ്ഡിതന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട്, സാഹിത്യകാരന്മാരെന്ന് പറയുമ്പോൾ കുറഞ്ഞു കാണരുത്, അന്നത്തെ ഏറ്റവും നല്ല പണ്ഡിതനാണ് ഷാഇർ. ഷുഊർ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്നാണ് അർത്ഥം, ബോധം, വിജ്ഞാനം. ആ വിജ്ഞാനം നന്നായിട്ടുള്ളവരാണ് അന്നത്തെ ഷാഇർ. അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനുമായി വരുന്നു. ഇനിയാണ് ലോകത്തിന്റെ താളം മാറുന്നത്. അധർമ്മത്തിലൂടെ മാത്രം വളർന്നിരുന്ന ഒരു സമൂഹത്തെ കേവലം 23 വർഷം കൊണ്ട് ഹബീബായ നബി തങ്ങൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോക മാതൃകകളാക്കി മാറ്റുന്നു. പരിശുദ്ധ ഖുർആൻ സാധിച്ചൊരു മഹാവിപ്ലവമാണിത്. ലോക ചരിത്രത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിനും സാധിക്കാത്ത മഹാവിപ്ലവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ വേദം അതിൻ്റെ തന്നെ ആധികാരികതയ്ക്ക് 2 മാനദണ്ഡം ചുരുങ്ങിയത് മുന്നിൽ വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, സൂറത്ത് അൽ ബഖറയുടെ 23-ാമത്തെ വാക്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നെങ്കിലും ഒപ്പിച്ചാണ് ഈ ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിലെ ഒരധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. ഇന്നും ആ വെല്ലുവിളി വളരെ ഉയർന്നു തന്നെ പരിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നുണ്ട്. അറബി സാഹിത്യത്തെ കലക്കി കുടിച്ച് എത്രയോ മുസ്ലിം അല്ലാത്ത പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. ലോകത്ത് അറബി സാഹിത്യം പഠിക്കാൻ മുസ്ലിം രാജ്യങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ പല ക്രൈസ്തവ രാജ്യങ്ങളിലുമാണ്. വലിയ അറബി നിഘണ്ടുകൾ ഉണ്ടാക്കിയ ഫാദർ ലൂയിസിനെ പോലുള്ളവരുണ്ട്, അൽ മുജിദിന്റെ കർത്താവ്. ഇവരാരും ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു പാഠം കൊണ്ടുവരുന്ന വിഷയത്തിൽ വിജയിച്ചതേയില്ല. ചില ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇതിന് ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ വിജയിച്ചില്ല. അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനും പണ്ഡിതനുമായിരുന്ന ലബീദിനെ പോലെയുള്ള ആളുകൾ ഒരു വർഷമാണ് അവർ ഖുറൈശികളിൽ നിന്ന് ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായത് കൊണ്ടുവരാൻ വേണ്ടി സമയം ആവശ്യപ്പെട്ടത്. ഒരു വർഷം.
പക്ഷെ അവരതിൽ വിജയിച്ചില്ല. അവസാനം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചില ആളുകളൊക്കെ ചില വാക്യങ്ങളുമായിട്ട് വന്നു, പക്ഷേ ഖുറൈശികൾ തന്നെ അതിനെ തിരസ്കരിച്ചു. ഇതായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാനം കെടുന്നു പറഞ്ഞു. അൽഫീലു മൽഫീൽ വമാ അദ്റാകൽ മൽഫീൽ ലഹു ഖുർതൂബുൻ തമീൽ വലഹു ദനബുൻ അലീം എന്നൊക്കെ പറഞ്ഞിട്ട് ആനനെ പറ്റി കവിത ഉണ്ടാക്കി കൊണ്ടുവന്നു ചില ആളുകൾ. അവർ തന്നെ അത് തള്ളിക്കളഞ്ഞു. ഇതുമായിട്ട് പോകാൻ പറ്റൂല. കാരണം പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകമായൊരു ശൈലിയാണിത്. അതിനെ നമ്മൾ കോപ്പി അടിച്ചാൽ ടൂണിൽ തന്നെ നമ്മൾ കോപ്പി അടിച്ചു എന്ന് വരും. അങ്ങനെ ഓരോന്നായിട്ട് അവരില്ലാതെയാക്കി. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സൂറത്ത് കോവിദ് പോലുണ്ട്. കൊറോണക്കാലത്ത് അൽ കോവിദ് വൽ ഫൈറൂസിൽ മുബീദ് ബൽ ലജബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ് വഖാലൽ കാഫിറൂന ഹാദാ മറദുൻ നനീദ് കല്ലാ കല്ലാ ബൽ ഹുവൽ മൗത്തുൽ അകീദ് എന്നൊക്കെ പറഞ്ഞിട്ട് അൾജീരിയക്കാരനാകുന്ന ഒരു യുക്തിവാദി ഉണ്ടാക്കിയ സൂറത്ത് കോവിദ്. അത് വെച്ച് നമ്മുടെ കേരളത്തിലൊരു യുക്തിവാദി പ്രസംഗം നടത്തി. പക്ഷേ ഇത് മറുപടിയായി മുസ്ലിം ലോകം വന്നപ്പോൾ മൂപ്പരടക്കം മൂപ്പരുടെ ആ പ്രസംഗം ഡിലീറ്റ് ചെയ്തിട്ടോടി. ഈ ഒരു ചെറിയ വാക്യം ഒന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ പലതിൻ്റെയും ആമുഖം അങ്ങനെ തന്നെ ടൂണിൽ കോപ്പി അടിക്കുന്നവർ. രണ്ടാമത്തെ കോവിദ് എന്ന് ദാല് പറഞ്ഞപ്പോൾ ഇനിയൊക്കെ ദാലൊപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തിയ കുറേ ശ്രമങ്ങളുണ്ട്. വളരെ ദയനീയമായി പരാജയപ്പെട്ട ശ്രമങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വൽ കോവിദ് വൽ വൈറൂസിൽ മുബീദ്, മാരകമായ വൈറസാണേ സത്യം. എന്നിട്ടോ വൽ അജബു അൻ ജാഅഹും മിനസ് സീനിൽ ബഈദ്, ദൂരെയുള്ള ചൈനയിൽ നിന്ന് അവരിലേക്ക് കോവിഡ് വന്നതിൽ അവർക്ക് വലിയ അത്ഭുതം. ചൈനക്കാർക്ക് ആയത്ത് ഓതാൻ കഴിയില്ല. കാരണം ഓല നാട്ടിലാണ് ചൈന, ഓല നാടാണ് ചൈന. ദൂരെയുള്ള ചൈന എന്ന് പറയാൻ പറ്റൂല. ഇന്ത്യക്കാർക്ക് ഓതാൻ പറ്റൂല, കാരണം നമ്മുടെ അയൽവാസികളാണ് ചൈന. പിന്നെയോ ഖാലൽ കാഫിറൂന ഹാദാ മറദുൻ നനീദ്, കാഫിരിങ്ങൾ പറഞ്ഞോലോ ഇതൊരു ഭീകരമായ രോഗമാണ്. കാഫിരിങ്ങൾ ആരാണ്? ഈ യുക്തിവാദിയുടെ അഭിപ്രായത്തിൽ മുഅ്മിനീങ്ങൾ ആരാണ്? ഈ കാഫിർ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ കാഫിർ അല്ലാത്തൊരു ടീമാണല്ലോ. അതാരാണ്? പോട്ടെ, ഇനി യുക്തിവാദികളൊക്കെ നല്ല മുഅ്മിനീങ്ങളും കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന ആളുകളാണ് സങ്കല്പിക്കുക. എന്നാൽ കാഫിരീങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഈ കോവിഡ് ഒരു ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. എല്ലാവരും പറഞ്ഞല്ലേ? എന്നിട്ട് അവർ പറയാം കല്ല, ഇവര് പറയുന്നത് ശരിയല്ല. ബൽ ഹുവൽ മൗത്തുൽ അകീദ്, ഉറപ്പിച്ച മരണാണത്. ഇത് ഏത് കാലത്താ ചെങ്ങായി ഉണ്ടാക്കണത് എന്നറിയോ? കൊറോണയുടെ വൈറസ് ഇങ്ങനെ ഇറങ്ങി ലോകം ആ ഭീകരതയിൽ എന്തോ പൊട്ടിത്തെറിക്കാൻ പോകണമെന്ന് ബേജാറായി പുറത്തിറങ്ങിയ പിടിച്ച് തിന്നുപോകും ഈ കൊറോണ എന്ന് വിചാരിച്ച് പല പല ചാനലുകളിലും ഏതോ ഒരു സാധു മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ റൂട്ട് മാപ്പൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയത്ത് കൊറോണ പിടിച്ചാൽ മരിക്കുമെന്ന് കരുതിയിരിക്കുന്ന ഒരു സമയത്താണ് മൂപ്പരി സൂറത്തിറക്കണത്. അതുകൊണ്ടാണ് ഇതൊരു മാരകമായ രോഗം എന്ന് പറയരുത്, ശരിയല്ല. പിന്നെന്താ പ്രശ്നം? ഇത് ഉറപ്പിച്ച മരണമാണ് എന്ന് മൂപ്പരാൾ പ്രഖ്യാപിച്ചത്. കൊറോണ വന്നിട്ട് 1% രോഗികൾ പോലും മരിച്ചിട്ടില്ല. അതാ രസം. ബാക്കിയുള്ളതൊന്നും ഇപ്പം നമ്മൾ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട, അതിൻ്റെ ബാക്കി കുറേ ഉണ്ട്. സാബൂനിൽ ജദീദ്, പുതിയ സോപ്പ് കൊണ്ട് കൈ കഴുകിയുന്നുണ്ട്. അതിൽ പഴയ സോപ്പായാലെന്താ കൊറോണ ചാവൂലേ? ഓരോ കയ്യേകലും ഇങ്ങനെ ലൈഫ് ബോയ് പൊട്ടിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടോ? പുതിയത് പേക്ക് പൊട്ടിക്കണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയൊരു സംഗതി. നിങ്ങൾ അങ്ങാടിയിലേക്ക് അരി വാങ്ങാൻ പോകരുത്, ശരീത് വാങ്ങാൻ പോകണമെന്നുണ്ട്. കാരണം താലോപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കൊറോണ ഇങ്ങനെ നോക്കും, മൈദപ്പൊടിയാണോ കുഴപ്പമില്ല, അരി വാങ്ങാനാണോ അപ്പം പിടിക്കും. നിങ്ങളന്ന് ആലോചിച്ച് നോക്കുകയാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ കഥ. പണ്ട് മുതൽ ഇന്നും ആ ശ്രമം നടന്നു. പക്ഷേ മനുഷ്യരുടെ മുന്നിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ ആർക്കുമേ സാധിച്ചില്ല. ഖുർആന്റെ ആ വെല്ലുവിളി ഇപ്പോഴും ഉണ്ട്. ഖുർആൻ തുറന്ന പുസ്തകമാണ്, ആർക്കും ഇനിയും അത് സ്വീകരിക്കാൻ പറ്റും. അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആൻ സൂറത്തു അന്നിസാഇന്റെ 82-ാമത്തെ വാക്യം. അല്ലാഹു അല്ലായിരുന്നു ഖുർആൻ സംവിധാനിച്ചതെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഖുർആൻ എത്ര പ്രിന്റുണ്ട്, ഏതൊക്കെ ഭാഷയിൽ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടതുണ്ട്. എന്തേ ഒരു 4 ആൾക്ക് കൂടിയിരുന്നിട്ട് ഒരു മാസം അധ്വാനിച്ചിട്ട് ഖുർആനിൽ നിന്ന് കുറേ വൈരുദ്ധ്യങ്ങൾ പുറത്തിറക്കിക്കൂടെ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വൈരുദ്ധ്യമാണ്, ഇത് വൈരുദ്ധ്യമാണെന്ന് പറയുന്ന ചില സംഗതികളുണ്ട്. എന്താ? ഖുർആന്റെ ആ പദം എന്നറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇതുവരെ ക്ലിക്കായിട്ടില്ല. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ വൈരുദ്ധ്യമല്ലാതാകുന്നത്, ദൈവികതയ്ക്ക് തെളിവാകുന്നത്? ഖുർആൻ ഒരു പുസ്തകമായിട്ട് ഇറങ്ങിയതല്ല.
23 വർഷത്തെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഹബീബായ നബി തങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരുന്ന ദൈവിക സൂക്തികളുടെ സമാഹാരമാണ് ഖുർആൻ. നേരത്തെ ഞാൻ പറഞ്ഞു, റസൂൽ തങ്ങൾക്ക് എഴുതി വെക്കാൻ അറിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി അതിനോടൊപ്പം ഇങ്ങനെ സ്പീഡിൽ ഓടുന്നൊരു ശൈലി ഉണ്ടായിരുന്നു. പടച്ച റബ്ബ് അത് വിരോധിച്ചു. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, പെട്ടെന്ന് കാണാതെ പഠിയാൻ വേണ്ടി അങ്ങ് ജിബ്രീലിന്റെ ഓത്തിനോടൊപ്പം ഓതുന്ന ശൈലി നിർത്തണം. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, എൻ്റെ ബാധ്യതയാണ് അത് ഓതിത്തരേണ്ടതും അങ്ങയുടെ ഹൃദയത്തിൽ നിലനിർത്തി തരേണ്ടതും. ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, ഞാൻ ഓതിത്തരുന്നതനുസരിച്ച് അങ്ങ് പാരായണം ചെയ്യുക. അല്ലാതെ വേഗം കാണാതെ പഠിക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ട കാര്യമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ തിരുത്തി. പിന്നീട് ഹബീബായ നബി തങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞിട്ടേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും രാവിലെ അതുവരെ വന്ന ഖുർആനിലെ ആയത്തുകളൊക്കെ പരിശോധിച്ച് ഇതിനോട് വിരുദ്ധമല്ലാത്തൊരു സാധനം ബോധപൂർവം പറയാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ മാസം 1-ാം തീയതി പറഞ്ഞത് എന്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല. ഈ മാസം 1-ാം തീയതി പോട്ടെ, ഇന്നലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് നമുക്കറിയോ? 23 വർഷം, വളരെ നീണ്ട ഒരു പീരീഡ്. ഈ പീരീഡിനിടയ്ക്ക് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്യത്തോടും വിരുദ്ധമല്ലാതെ പിന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വേറെ ആയത്തിറങ്ങണം. പലപ്പോഴും യുദ്ധത്തിന്റെ സങ്കീർണതകളിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ 114 ഉദാഹരണം, 144 ഉദാഹരണം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗഖുതിൽ അൻഖലബ്തും അലാ അഖാബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ എന്ന് പറയുന്ന ഉഹദിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിച്ച സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ യുദ്ധത്തിന്റെ സങ്കീർണതയിൽ നിലകൊള്ളുമ്പോൾ ഇതുവരെ ഞാൻ എന്തൊക്കെ ഇറക്കിയത് അതിനോട് വിരുദ്ധമാവാത്തതാവണല്ലോ എന്ന് ആലോചിച്ച് മൊത്തം ലിസ്റ്റ് പരിശോധിച്ചിറക്കണതാണോ ഈ ആയത്ത്? അല്ല, യാദൃച്ഛികമായി അവതരിക്കപ്പെടുന്നു. എന്നിട്ടും അതിൽ പരസ്പരം വിരുദ്ധങ്ങളായി ഒരു പദം പോലുമില്ല. നമ്മൾ 23 വർഷം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിച്ച് പിന്നീട് ഒരാൾ ഒരുമിച്ച് കൂട്ടിയും സങ്കല്പിക്കൂ. അതിൽ എത്ര വൈരുദ്ധ്യങ്ങളായിരിക്കും, എത്ര അബദ്ധങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിത്യത്തിൽ തീരെ പ്രാവീണ്യം നേടിയ ആളല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനത്തെ ആൾ കൊണ്ടുവന്ന ഈ പരിശുദ്ധ വേദത്തിലെ ഓരോ പദങ്ങളും സാഹിത്യരംഗത്ത് ഇന്നും ഒരു മഹാത്ഭുതമാണ്. ഓരോ പദവും. ഇപ്പൊ ഖുർആനിലുള്ള ഒരു പ്രയോഗം, ഉദാഹരണമായിട്ട് സൗജ് ഇംറഅത്ത്, കുറേ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൗജ് ഇംറഅത്ത് എന്ന് പറയുന്ന ഈ 2 പ്രയോഗം മാത്രം നമ്മളൊന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് ടൈമിനനുസരിച്ച് മറ്റൊരു ചിലതും കൂടെ നോക്കാം. ഇണ എന്നാണ് സൗജ് എന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പറയുന്ന മനോഹരമായൊരു വാക്കാണത്. ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. അങ്ങനെ ഖുർആന്റെ ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ല. സൗജ്, ഇണ, സൗജത്ത്, തുണ, രണ്ടും ഒരേ പദമാണ്. ആണും പെണ്ണും തിരിച്ചറിയാൻ വേണ്ടി ഈ സ്ത്രൈണതയുടെ അടയാളമാകുന്ന താ കൊണ്ടുവരുന്നു എന്നുള്ളതിനപ്പുറം ഈ സൗജ്, സൗജത്ത് എന്നതിൽ ഒരു വ്യത്യാസമില്ല. ഖുർആന്റെ പ്രയോഗം അതാണ്. ഇണയാണ്, തുണയാണ്. അല്ലാതെ ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യയും ഭരിക്കേണ്ടവൻ ഭർത്താവുമല്ല. അതവിടെ ഇരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഇംറഅത്ത് എന്നൊരു പദം ഭാര്യയെക്കുറിച്ച് നിരവധി ഇടങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. ഇംറഅത്ത് നൂഹ്, ഇംറഅത്ത് ലൂത്ത്. എന്താ ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ? പെണ്ണ് എന്നർത്ഥം. പക്ഷെ ഇംറഅത്ത് ലൂത്ത് എന്ന് പറയുമ്പോൾ ലൂത്ത് നബിയുടെ പെണ്ണ് എന്ന് വെച്ചാൽ ഭാര്യ. ഇംറഅത്ത് നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. പൊതുവെ പരിശുദ്ധ ഖുർആനിൽ ഇംറഅത്ത് എന്ന് പറയുന്നത് മോശപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചാണ്. പൊതുവെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വളരെ മോശമായിരുന്നു, നമുക്കറിയാം. മലാഖമാർ സദൂം ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെറിയ കോമള പയ്യന്മാരുടെ രൂപത്തിൽ ചെന്നപ്പോൾ അവരൊറ്റിക്കൊടുത്തത് ഈ ഭാര്യയായിരുന്നു. എന്താർത്ഥം? മോശപ്പെട്ട പെണ്ണാകുന്നു. കുറേ പെണ്ണുങ്ങളെ വേറെയും ഇவ்விധം പരിചയപ്പെടുത്തുന്നുണ്ട്, മോശപ്പെട്ട പെണ്ണുങ്ങൾ. പക്ഷേ അപൂർവമായി പരിശുദ്ധ ഖുർആനിൽ ഇംറഅത്ത് എന്ന് നല്ല പെണ്ണുങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ. അവർ നല്ല സ്ത്രീയായിരുന്നു. ഫിർഔന്റെ ഉള്ളിൽ ജീവിച്ചിട്ടും ഫിർഔന്റെ കൊട്ടാരത്തിൽ വസിച്ചിട്ടും അവർ ദീനിനെ പിന്തുടരുക തന്നെ ചെയ്തു. വക്കാനത്ത് ഇംറഅത്തി ആഖിറ, എൻ്റെ ഭാര്യ വന്ധ്യയാണെന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
അവിടെയും ഇമ്രഅത്ത് നല്ല സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയൊരു കാര്യം നമുക്ക് സംസാരിക്കാം. എന്താണ് ഒരു പെണ്ണ് കൊണ്ടുള്ള ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം? അത് ഈ സൗജി എന്ന പ്രയോഗത്തിലാണ് നമുക്ക് മനോഹരമായി മനസ്സിലാക്കുക. ഒന്ന്, ഭാര്യയും ഭർത്താവും നല്ല രഞ്ജിപ്പിലും ഇണക്കത്തിലുമായിരിക്കണം. ഈ ഒരു ബന്ധത്തിൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ ദൗത്യം സമ്പൂർണമാകുന്നത്. ഒരു പെണ്ണിന്റെ ദൗത്യം സമ്പൂർണമാകുന്നത് നന്നായിട്ട് ഇണക്കം വേണം, ആദർശപരമായി യോജിപ്പ് വേണം, എല്ലാ അർത്ഥത്തിലും അവർ ഒന്നായിരിക്കണം. അതോടൊപ്പം അവരിൽ ദാമ്പത്യത്തിന്റെ ഫലമെന്ന വിധം സന്താനങ്ങൾ ജനിക്കുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു ഭാഗം, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്ന ഒരു ആയത്ത് പരാമർശിക്കുന്നിടത്ത് ഖുർആനിൽ ഇമ്രഅത്ത് എന്ന് പ്രയോഗിക്കുന്നു. ഇതേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയെക്കുറിച്ച് സൗജി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് സൂറത്തു താഹയുടെ 90-ാമത്തെ ആയത്തിൽ. അവിടുന്ന് ദുആ ചെയ്യുന്നു, മറിയം ബീവിയെ കാണുന്നു. മറിയം ബീവിയുടെ വളർച്ച ഉഷാറൊക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു കുട്ടി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനോട് ഫലമ്മാ ദഖല സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ക എന്നൊക്കെ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിനോട് മഹാനായ സക്കരിയ നബി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവിടത്തേക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു, യഹ്യാ നബി അലൈഹിസ്സലാം. അതേക്കുറിച്ച് പറയുമ്പോൾ ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹു. നേരത്തെ ഇമ്രഅത്ത് എന്ന് ഭാര്യയെക്കുറിച്ച് സക്കരിയ നബി തന്നെ പറയുന്ന ആ ഭാഗം അവിടെ ഉണ്ടായിരിക്കെ രണ്ടാമതായി പ്രയോഗിക്കുന്നിടത്ത് സൗജ് എന്ന പദം കടന്നു വരുന്നു. എന്തുകൊണ്ടാണിത്? അപ്പോഴേക്ക് അവിടത്തേക്ക് യഹ്യാ എന്ന് പറയുന്ന കുട്ടി ജനിച്ചിരിക്കുന്നു. ദാമ്പത്യത്തിൻ്റെ മനോഹരമായ അവസ്ഥയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ യോജിപ്പുണ്ടാവുക എന്ന് പറഞ്ഞു. സക്കരിയ നബി തന്നെ രണ്ടിടങ്ങളിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരിടത്ത് ഇമ്രഅത്ത് എന്ന് പറയുന്നു. അന്ന് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. നേരെ മറിച്ച് പിന്നീട് സൗജി എന്ന് പ്രയോഗിക്കുന്നു. അപ്പോഴേക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്, യഹ്യാ നബി ജനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൗജാകുമ്പോൾ സമ്പൂർണമായ ഇണക്കം വേണം, അതോടൊപ്പം അതിൻ്റെ ഒരു ഫലം എന്ന രീതിയിൽ മക്കളും വേണം. ഈ മക്കൾ ജനിച്ചാകുമ്പോഴേക്ക് ഖുർആനിൽ സൗജ് കടന്നു വരുന്നു. മക്കളില്ലാത്ത ഭാര്യയെക്കുറിച്ച് പറയുന്നിടത്ത് ഇമ്രഅത്ത് എന്ന് പ്രയോഗിക്കുന്നു. അബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര ഡീപ്പായ രീതിയിലേക്ക് സൗജും മർഅത്തും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കോളേജിൽ പോയിട്ട് PhD അറബി ഭാഷയിൽ എടുത്തിട്ടില്ല എന്നല്ല, അവിടുത്തേക്ക് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയില്ല. അങ്ങനെ അള്ളാഹു അവിടുത്തെ വളർത്തിക്കൊണ്ടുവന്നു. സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ തുടങ്ങണം. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ 3 വാക്കുകൾ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ 3 വാക്കുകൾ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആ പ്രഖ്യാപനത്തിന്റെ അവസാനമാണ്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. പിന്നീടോ വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ഒത്ത നടുവിലെ വാക്കിന്റെ രണ്ടാമത്തെ പാദം പിന്നെ പറയാൻ പോണ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ദുആ ചെയ്യുന്നു. അടിസ്ഥാനപരമായ പ്രാർത്ഥന, ആരാധനാപരമായ പ്രാർത്ഥന നിനക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ സാധാരണ രീതിയിൽ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. ദൈവം എന്നുള്ള വിചാരമില്ലാതെ, ഇലാഹ് എന്നുള്ള വിചാരമില്ലാതെ ഒക്കെ ചെയ്യലുണ്ട്. പക്ഷേ പ്രാർത്ഥന എന്ന ആരാധനാരൂപം നിനക്ക് മാത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യത്തെ 3 വചനം അള്ളാഹുവിനെ കുറിച്ച്, അവസാനത്തെ 3 വചനം മനുഷ്യനെ കുറിച്ച്, തൊട്ട് നടുവിലുള്ള വചനത്തിന്റെ 1-ാം ഭാഗം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ കൺക്ലൂഷൻ, അതിന്റെ 2-ാം പാദം മനുഷ്യനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന്റെ ആരംഭം. അവിടുന്ന് തുടങ്ങി വരണം നമ്മൾ ഖുർആനിന്റെ ഈ മനോഹരമായ പദസഞ്ചയങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച്. കുറേ കാര്യങ്ങൾ സംബന്ധമായി നമുക്ക് പറയാൻ പറ്റും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള കഥ പറയുന്ന സൂറത്ത് യൂസുഫ്, അവസാനം നമുക്ക് അതിൻ്റെ ഒരു താരതമ്യം കൂടെ നടത്തണം. സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ സൂറത്ത് യൂസുഫിൽ ആ മക്കൾ വന്നിട്ട് പിതാവിൻ്റെ അടുത്ത് പറയുന്ന ഒരു വാക്യം 17-ാമത്തെ ആയത്തിൽ ഉദ്ധരിക്കുന്നു. ഖാലു യാ അബാനാ ഇന്നാ ദഹബനാ നസ്തബിഖ് വതറഖ്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅഖലഹു الذئب. പിതാവെ ക്ഷമിക്കണം, ഞങ്ങൾ മത്സരിച്ചു ഓട്ടം കളിച്ചു. നമ്മുടെ ചരക്കിൻ്റെ അടുത്ത് യൂസുഫിനെ ഞങ്ങൾ വെച്ചു കാവലിന് വേണ്ടി. ഞങ്ങൾ ഓടി വന്നപ്പോഴേക്ക് യൂസുഫിനെ
ചെന്നായ വന്ന് തിന്നുപോയിരിക്കുന്നു. അതിൻ്റെ കഥയും പശ്ചാത്തലമൊന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അക്കലഹു എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഈ ഹിംസ്ര ജന്തുക്കളൊക്കെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഇഫ്തറശ എന്നാണ് പറയുക. ഇഫ്തറസഹു. സാധാരണ സിംഹം പിടിച്ചു എന്നുള്ളതിന് അക്കല എന്നല്ല പ്രയോഗിക്കുക, പിന്നെ ഈ ഇഫ്തിറാശ നടന്നു എന്നാണ് പ്രയോഗിക്കുക. പക്ഷെ ഖുർആനിൽ ഈ മക്കൾ വന്ന് ഓതി കൊടുക്കുന്നത് എന്താണ്? അക്കലഹുദ്ദി ഉബു. എന്തുകൊണ്ടാണ് അക്കല എന്ന് സാധാരണഗതിയിൽ പ്രയോഗിക്കാത്ത ആ ഒരു പദം? ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ പാമ്പ് കടിച്ചു എന്നല്ലാതെ പാമ്പ് തിന്നു എന്ന് പറയലുണ്ടോ? ഇല്ല. നായ കടിച്ചു എന്നല്ലാതെ നായ തിന്നു എന്ന് പറയലുണ്ടോ? ഇല്ല. അവനെ സിംഹം പിടിച്ചു എന്നല്ലാതെ സിംഹം തിന്നുപോയി എന്ന് പറയലുണ്ടോ? ഇല്ല. പക്ഷേ ഈ മക്കൾ അങ്ങനെ പറയണത്, അവനെ യൂസുഫിനെ ചെന്നായി തിന്നുപോയി. എന്തുകൊണ്ടാണ് ഈ സൂക്ഷ്മമായ ഒരു വ്യത്യാസം പരിഗണിച്ച് അക്കലയിലേക്ക് മാറിയത്? സിംഹം പിടിച്ചു എന്നാണെങ്കിൽ വാപ്പ ചോദിക്കും, എന്നിട്ട് അവശിഷ്ടങ്ങളൊക്കെ എവിടെയെന്ന് നമുക്കൊന്ന് പോയി നോക്കാം, അന്നാ ഉണ്ടാവുമല്ലോ, കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയും. കൊന്നൂന്നേ ഇഫ്തറശ എന്നുള്ളതിന് അർത്ഥമുള്ളൂ. സിംഹം കൊന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് എവിടെ ഡെഡ് ബോഡി എന്ന് വാപ്പ ചോദിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ വാപ്പാൻ്റെ അടുത്ത് വന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറിലിട്ട കഥ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയാണ്, അന്വേഷിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ, തിന്നുപോയി എന്ന്. ഇനി അവിടെ പോയി അന്വേഷിക്കാനാണ്? സാധാരണ പ്രയോഗിക്കുന്ന ഇഫ്തറശയിൽ നിന്ന് മാറിയിട്ട് അക്കല തിന്നു എന്നതിലേക്ക് ഈ വാക്യത്തെ കൊണ്ടുപോകണമെന്ന് അറബി സാഹിത്യത്തെ കുറിച്ച് പഠിക്കാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഇത് അള്ളാഹുവിൻ്റെ വചനമായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉദാഹരണത്തിന് പറയാം. സൂറത്തുൽ ഖസസിന്റെ 25-ാമത്തെ വാക്യം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയാർത്ഥം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ട് കുറേ ആളുകൾ ഒരു കിണറിൽ നിന്ന് വെള്ളം കോടുന്നു. അതിൻ്റെ വലിയ ഭാരമേറിയ മൂടുകല്ലുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റാതെ രണ്ട് പെൺകുട്ടികൾ അങ്ങനെ വിഷമിച്ച് ദൂരെ നിൽക്കുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാനുഷികമായ ബോധം ഉയരുന്നു. അവർ ചോദിക്കുന്നു, എന്താ അവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നത്? ആ മക്കൾ പറയുന്നു, ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകണം, ഈ കല്ല് മാറ്റാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വാപ്പയാണെങ്കിലോ ഷെയ്ഖുൻ കബീർ, വളരെ വൃദ്ധനായൊരു മനുഷ്യനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളം കോരി കൊടുക്കുന്നു. അങ്ങനെ മൂസാ നബി വെള്ളം കുടിച്ച് വിശ്രമിക്കുമ്പോൾ വെള്ളമായിട്ട് പോയിട്ട് ആ മക്കളിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് മൂസാ നബിൻ്റെ അടുത്തേക്ക്. എങ്ങനെ വെള്ളം കിട്ടിയെന്ന് വാപ്പയാവുന്ന ഷുഐബ് നബി അലൈഹി സ്വലാം ആ മക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നല്ല തേജസ്വിയായ ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹം കല്ലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നു. ആ സമയത്ത് ഷുഐബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരൂ, സേവനം ചെയ്തതിന് എന്തെങ്കിലും നന്ദിയായിട്ട് നമ്മൾ നൽകേണ്ടതുണ്ട് എന്നും പറഞ്ഞ് മക്കളെ പറഞ്ഞയക്കുമ്പോൾ ആ മോള് യൂസുഫ് മഹാനായ മൂസാ നബിയെ വിളിക്കാൻ വേണ്ടി വരുന്ന ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ നാണിച്ചുകൊണ്ട് അവരിൽപ്പെട്ട ഒരു പെണ്ണ് നടന്നു വന്നു. തംഷി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ ചുരുക്കവും കുറച്ചുകൂടെ സാഹിത്യപരവും എന്ന് പറയലായിരുന്നു. അവര് പെട്ടെന്ന് വന്നു. എന്തിന്? ഈ കാര്യവും പറഞ്ഞിട്ട് മൂസാ നബിനെ കൂട്ടിക്കൊണ്ടുപോവാൻ. മൂസാ നബിയുടെ ചരിത്രത്തിലെ ഏറ്റവും അനർഘമായൊരു സന്ദർഭമായിരുന്നു അത്. ആ ഒരു കൂട്ടിക്കൊണ്ടുപോകൽ കൊണ്ടാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംരക്ഷണയിൽ അവിടുന്ന് ജീവിക്കുന്നത്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നീട് ഇതിൽപ്പെട്ട ഒരു കുട്ടിയെ ഷുഐബ് നബി അലൈഹി സ്വലാം ഭാര്യയാക്കി കെട്ടിച്ചു കൊടുക്കുന്നത്. യൂസുഫ് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് നടക്കുകയാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ തംഷി എന്ന് പറയാതെ തംഷി എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? യൂസുഫ് നബിയുടെ ഭാര്യയാവേണ്ട മോളാണിത്. നല്ല അദബുള്ള കുട്ടിയാണ് അവൾ. ഷുഐബ് നബിയുടെ വീട്ടിൽ വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ദീൻ അറിയുന്നവളായിരിക്കും. ഓടിച്ചാടി എടുത്തു തുള്ളി വന്നതല്ല അവൾ. വളരെ മനോഹരമായി നാണിച്ച് തീരെ ബഹളം വെക്കാതെ ഒതുക്കത്തിൽ ഹൈബത്തിൽ വക്കാറിൽ വന്നു എന്ന് കിട്ടണം. അപ്പൊ തെസ്അ പ്രയോഗിച്ചാൽ പറ്റൂല. സാധാരണ പ്രയോഗിക്കുന്ന ആ പദത്തിൽ നിന്ന് മാറണം, തംഷി പ്രയോഗിക്കണം. എങ്ങനെയാണ് അക്ഷരജ്ഞാനമില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര സൂക്ഷ്മമായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് ഇതിനെ അങ്ങനെ പ്രയോഗിക്കാൻ കഴിയാം?
മൂസാ നബിയുടെ കഥ തന്നെ നമുക്ക് തുടരാം. സൂറത്തുൽ ഖസസിന്റെ 21-ാമത്തെ ആയത്ത്, ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. മഹാനായ മൂസാ അലൈഹിസ്സലാം അവിടുന്ന് പുറത്തിറങ്ങി, ഖായിഫൻ ഭയന്നുകൊണ്ട്, യതറഖബ് ശത്രുക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടും വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടും. ഇവിടെ ഖായിഫൻ എന്ന് ഇസ്മു ഫായിൽ എന്ന അറബി ഭാഷയിൽ പറയും, ഒരു ഇസ്മു പ്രയോഗിക്കുന്നു, പേര് പ്രയോഗിക്കുന്നു. യതറഖബ് എന്നിടത്ത് ഫിഇലായ പദവും പ്രയോഗിക്കുന്നു. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടാണ് മാറി പറഞ്ഞുകൂടായിരുന്നു? അല്ലെങ്കിൽ രണ്ടിടത്തും ഇസ്മു പ്രയോഗിച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ രണ്ടിടത്തും ഫെയില് പ്രയോഗിച്ചുകൂടായിരുന്നു? അറബി സാഹിത്യത്തെക്കുറിച്ച് അത്യാവശ്യമൊക്കെ പഠിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇസ്മു പ്രയോഗിച്ചാൽ അത് നിത്യതയെ കുറിക്കുമെന്നാണ് നമ്മുടെ ഭാഷാ നിയമം. അങ്ങനെ വരുമ്പോ ഈ യതറഖബ് എന്നിടത്ത് മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ മൊത്തത്തിൽ നടത്തുന്ന പ്രതീക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫീല് പ്രയോഗിക്കണം. നേരെ മറിച്ച് ഖായിഫ് എന്നുള്ളിടത്ത ആ ഒരു സമയത്തുള്ള വിഭ്രാന്തി മാറും. അത് അപ്പം മാത്രമുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടും, അതോടുകൂടെ പേടി പോവും. അതുകൊണ്ട് ഒരേ വാക്യത്തിൽ ഒന്ന് ഇസ്മു പ്രയോഗിക്കുന്നു, ഒന്ന് ഫെയില് പ്രയോഗിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം. ഈ സൂക്ഷ്മമായ ഭാഷാ വ്യത്യാസങ്ങളെപ്പോലും പരിഗണിച്ച് എങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തുനിന്ന് മാറാം. മൂസാ നബിയുടെ കഥ തന്നെ, സൂറത്തു ത്വാഹയുടെ 10-ാമത്തെ വാക്യം, ഫഖാല ലിഅഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറാ. അങ്ങനെ 8 കൊല്ലം താമസിച്ചു, അതിലേറെയും താമസിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കല്യാണം കഴിഞ്ഞു. മഹാനായ ഷുഐബ് നബിയുടെ മകളുമായി തൻ്റെ ഭാര്യയുമായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഫലസ്തീനിലേക്ക് പുറപ്പെടുന്നു. അവർ ഗർഭിണിയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പ്രസവ വേദനയും പ്രശ്നങ്ങളും ഉണ്ടായി. നട്ടപ്പാതിരെയാണ്, ആരും സഹായിക്കാനില്ല. ആ സമയത്ത് മലയുടെ മുകളിൽ ഒരു തീ കാണുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഇരിക്കി, ഞാനന്ന് പോയി വരാം. അവ അജിദു അലന്നാരി ഹുദ, ആ തീൻ്റെ അടുത്ത് നമുക്ക് വല്ല സഹായിയെയും കിട്ടിയേക്കും, അതുകൊണ്ട് ഞാൻ പോയി വരാമെന്ന് പറയുന്ന ഭാഗം സൂറത്തു താഹയുടെ 10-ാമത്തെ വചനത്തിൽ ഉദ്ധരിക്കുന്നത്, ഫഖാല ലിഅഹ്ലിഹിം കുസു, ഭാര്യയോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഇന്നി ആനസ്തു നാറ, ഞാനൊരു തീ കാണുന്നു. ഇവിടെ ശരിക്കും ബസർത്തു നാറ, ഞാനൊരു തീ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു തീ കണ്ടു എന്ന് മാത്രം വരും. നേരെ മറിച്ച് ആനസ്തു, എനിക്കൊരു വലിയ ആശ്വാസം തോന്നുന്നു, കാരണം ഒരു തീ കാണുന്നുണ്ട്. ഈനാസ് എന്നൊക്കെ പറഞ്ഞ ആശ്വാസമാണ്. നമ്മൾ ഖബറിൽ മൂനിസായിട്ട് ഇബാദത്തിന് വരണേന്ന് ദ്വാരക്കാറുണ്ട്. നല്ലൊരു ആശ്വാസം, ഒരു റാഹത്ത്, സന്തോഷം. ആരാരുമില്ലാത്ത നട്ടപ്പാതിരക്ക് ഏതോ ഒരു കാട്ടിൻ്റെ ഭാഗത്ത് വെച്ച് ഒരു പുരുഷനും ഭാര്യയും സഞ്ചരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നാലുള്ള സങ്കീർണത നമുക്കറിയാൻ പറ്റും. അപ്പൊ ഞാനൊരു തീ കണ്ടു എന്ന് പറയാനല്ല പ്രധാനം, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും ഈ പ്രതിസന്ധി തരണം ചെയ്യാനും പറ്റുന്ന നല്ലൊരവസരം എത്തിയിരിക്കുന്നു. ഇന്നി ആനസ്തുനാറ, അവിടെ ആളുകളെ കാണുന്നുണ്ടാവും. കാരണം തീ കത്തിക്കണമെങ്കിൽ ആളുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് നന്നായിട്ട് ആശ്വാസം വന്നുവെന്ന് പ്രയോഗിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിലൂടെ വെളിപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ സൂറത്തു താഹയുടെ 10-ാമത്തെ ആയത്തിൽ ആനസ്തു എന്ന് പ്രയോഗം വരുന്നു. ഞാൻ ഈ ഭാഗത്തുനിന്ന് മാറുകയാണ്, കാരണം അറബി സാഹിത്യമൊക്കെ നന്നായിട്ട് അറിയുന്നവർക്കാണ് ഇത് കൂടുതൽ ബോധ്യപ്പെടുക. ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക, ഖുർആനിലെ ഓരോ പദവും ഓരോ അക്ഷരവും കൃത്യമാണ്, വ്യക്തമാണ്. അവിടെ അത് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. അതിനേക്കാൾ നല്ലത് മറ്റൊന്നാണെന്ന് പറയാൻ പറ്റൂല. ഖുർആനിൽ ഫിഅൽ എന്ന പ്രയോഗമുണ്ട്, അമൽ എന്ന പ്രയോഗമുണ്ട്. രണ്ടും കൃത്യമായ വിവേചനത്തോടു കൂടെയാണ് പ്രയോഗിച്ചത്. രണ്ടിൻ്റെയും അർത്ഥം പണിയെടുക്കുക തന്നെയാണ്. നിത്യമായി പണിയെടുക്കുന്നിടത്തേക്ക് അൽ ബഖറയിൽ വരുന്നു. മനുഷ്യന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയുന്നത് എടുത്ത് കമസലി സുംബുലത്തിൻ, ഒരു വിത്ത് പോലെ അത് മുളച്ചു, അതിൽ 7 കതിരുകൾ ഉണ്ടായി, ഓരോ കതിരിലും 100 ധാന്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നിടത്ത് മനുഷ്യന്റെ അമലിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അത് സ്ഥിരമായി നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് സ്ട്രോങ് ആയ ജമ്മാകുന്ന സനാബിൽ പ്രയോഗിക്കുന്നു. നേരെ മറിച്ച് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആ രാജാവ് സ്വപ്നം കാണുന്നത് പറയുന്നിടത്ത് സുംബുലാത്ത് എന്ന് പറയുന്ന ലളിതമായ ബഹുവചനം പ്രയോഗിക്കുന്നു. എന്തുകൊണ്ട്? ആ സ്വപ്നം കൊണ്ട് തീരുന്ന ആ സന്ദർഭത്തിൽ മാത്രം പ്രസക്തമായ കതിരുകളെ കുറിച്ചാണ് പറയുന്നത്.
കുറച്ചുകൂടെ ആയത്ത് പറയേണ്ടതുണ്ട്. ഒരിക്കലും കാറ്റ് വരാത്തിടത്ത് ബൈബിൾ ഉണങ്ങിയ കാറ്റുകൊണ്ട് അവിടെ കൃഷി നശിച്ചു എന്ന് ഈ ചരിത്രം തന്നെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രാജാവ് സ്വപ്നം കണ്ട ചരിത്രം തന്നെ പറയുന്നിടത്ത് ഖുർആനിൽ അവിടെ അങ്ങനെ ഒരു കാറ്റിനെ പറ്റി പറയുന്നില്ല. എന്തുകൊണ്ട്? പലസ്തീനിൻ്റെ ഫലഭൂയിഷ്ടമായ തെക്കൻ മേഖലയിൽ നിന്നൊരിക്കലും അങ്ങനെ ഉണക്കക്കാറ്റടിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷം മുന്നെയാണിത് പറയണത്. അതിൻ്റെയും സഹസ്രങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണിത്. അന്നത്തെ പലസ്തീനിൻ്റെ കാലാവസ്ഥയെ പോലും പരിഗണിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇങ്ങനെ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ്? ഫിർഔൻ എന്ന പ്രയോഗമുണ്ട് ഖുർആനിൽ, മഹാത്ഭുതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിൽ ഫിർഔൻ എന്ന് ഈജിപ്ഷ്യൻ രാജാക്കളെ കുറിച്ച് പറയുന്നത് മൂസാ നബിയുടെ ശേഷം മാത്രമാണ്. അതിൻ്റെ മുമ്പ് ഈജിപ്തിൽ രാജാക്കന്മാരുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശത്രുവായിരുന്ന നമ്രൂദിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന പോത്തിപ്പർ എന്ന രാജാവിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. അയാളാണ് ഈ സ്വപ്നം കാണുന്നതും അയാളാണ് യൂസുഫ് നബിക്ക് ഭരണമേറ്റു നൽകിക്കൊണ്ട് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതൊക്കെ. അവരെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഒരിക്കലും ഖുർആനിൽ ഫിർഔൻ എന്ന് കടന്നു വരുന്നേയില്ല. നേരെ മറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തെത്തിയപ്പോൾ അവിടുത്തെ രാജാവിനെ കുറിച്ച് ഫിർഔൻ എന്ന് പ്രയോഗിക്കുന്നു. ബൈബിളിലാണെങ്കിലോ 120-ലേറെ തവണ യൂസുഫ് നബിയുടെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് ഫിർഔൻ, ഫറോവ എന്ന് പ്രയോഗമുണ്ട്. 18-19 പ്രാവശ്യം ഇബ്രാഹിം നബിയുടെ ആ കാലത്തുള്ള രാജാവിനെ കുറിച്ച് ഫറോവ എന്ന് പ്രയോഗമുണ്ട്. മൂസാ നബിയുടെ കാലത്തുള്ള രാജാവിനെ കുറിച്ചും ഫറോവ എന്നുണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പരിശുദ്ധമായ ഖുർആൻ ബൈബിളിൽ നിന്ന് റസൂലുള്ളാഹി കോപ്പി അടിച്ചതാണെന്ന് ഒരു ആരോപണമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് പറയുമ്പോഴും യൂസുഫ് നബിയുടെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് പറയുമ്പോഴും ഫിർഔൻ എന്ന് പ്രയോഗിക്കണമായിരുന്നു, പ്രയോഗിച്ചില്ല. അവിടെ മലിക്ക് മിസ്ർ എന്ന്, ഈജിപ്തിലെ രാജാവ് എന്ന് തന്നെ പ്രയോഗിച്ചു. നേരെ മറിച്ച് മൂസാ നബിയുടെ കാലത്തെത്തിയപ്പോഴേക്ക് ആ ചരിത്രം പറയുമ്പോൾ ഖുർആൻ ആവർത്തിച്ച് ഫിർഔൻ എന്ന് തന്നെ പ്രയോഗിച്ചു. ഈ 3 ചരിത്രം പറയുമ്പോഴും ബൈബിളിൽ വ്യാപകമായി ഫിർഔൻ എന്ന് പ്രയോഗിച്ചു. എന്താ വ്യത്യാസം? ബൈബിളിൽ നിന്നാണ് ഖുർആൻ കോപ്പി അടിച്ചതെങ്കിൽ ഈ രാജാക്കന്മാരെ പറയുന്നിടത്തൊക്കെ ഫിർഔൻ കടന്നു വരുമായിരുന്നു. വന്നില്ല. എന്താ പ്രശ്നം? പിന്നീട് ഈജിപ്റ്റോളജി വികസിച്ചു. ഈജിപ്തിലെ പ്രാചീന ഭരണകൂടങ്ങളെ കുറിച്ചുള്ള പഠനശാഖ വിപുലമായി വന്നു. അന്നത്തെ ഭാഷാ ലിഖിതങ്ങൾ വായിക്കാൻ പറ്റി. അതോടുകൂടെ ചരിത്ര പണ്ഡിതന്മാർ ഈജിപ്ത് ഭരണകൂടത്തെ 3ആയി ഓഹരി വെച്ചു. ഒന്ന് ആദ്യ ഭരണഘട്ടം, പിന്നീട് മിഡിൽ, പിന്നീട് ലാസ്റ്റ്, ന്യൂ. ഈ ഓൾഡ് കിങ്ഡത്തിലും മിഡിൽ കിങ്ഡത്തിലും ഒരിക്കൽ പോലും ഈജിപ്തിലെ രാജാക്കളെ കുറിച്ച് ഫിർഔൻ എന്ന് പ്രയോഗിക്കാറില്ലായിരുന്നു എന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആ കാലത്ത് ജീവിച്ച ഇബ്രാഹിം നബിയുടെ പ്രതിയോഗിയാവുന്ന രാജാവിനെ കുറിച്ച് ഖുർആനിൽ ഫിർഔൻ എന്ന് വരാത്തത്. ഓൾഡ് കിങ്ഡത്തിന്റെ ലാസ്റ്റോ മിഡിൽ കിങ്ഡത്തിന്റെ ഫസ്റ്റോ ജീവിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള രാജാവിനെ കുറിച്ച് ഫിർഔൻ എന്ന് പ്രയോഗിക്കാത്തത്. കാരണം അന്ന് രാജാവിനെ കുറിച്ച് ഈജിപ്തിൽ ഫിർഔൻ എന്ന് പ്രയോഗിക്കലില്ല. പക്ഷെ പിന്നീട് അങ്ങനെ ഒരു പ്രയോഗം വന്നു. ആ കാലത്താണ്, ന്യൂ കിങ്ഡത്തിലാണ് കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാം ജീവിക്കുന്നത്. അന്നത്തെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ വിവേചന ബുദ്ധിയോടുകൂടെ ഫിർഔൻ എന്ന് പ്രയോഗിച്ചു. പക്ഷെ ബൈബിളിന്റെ കാലത്തോ ബൈബിൾ എഴുത്തുകാരൻ ബാക്കിലേക്ക് ചിന്തിച്ചു. അപ്പോൾ ഫിർഔൻ എന്നാണ് അന്നത്തെ ഈജിപ്തിലെ രാജാക്കളെ വിളിക്കുന്നത്. മൂപ്പര് മൊത്തം രാജാക്കളെ കുറിച്ചിട്ട് ഫിർഔൻ എന്ന് അങ്ങോട്ട് പ്രയോഗിച്ചു കൊടുത്ത്. മൊത്തം രാജാക്കളെ കുറിച്ച് ഫിർഔൻ എന്ന് പ്രയോഗിച്ചു. എത്ര സൂക്ഷ്മമാണിത്, ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ മഹാത്ഭുതങ്ങളുടെ പല പല രീതികൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇന്ന് ഭാഷാപരമായത് മാത്രം സംസാരിക്കാൻ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാനത് തിരഞ്ഞെടുത്തതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഫിർഔൻ എന്ന രാജാവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിക്കുന്ന കാലത്ത് ഈജിപ്തിലെ രാജാക്കളെ കുറിച്ചൊക്കെ ആ പേരാണ്, എല്ലാവർക്കും അറിയലും ആ പേരാണ്. മറ്റൊരു പേരുണ്ടെന്ന് ചിന്തിക്കാത്ത കാലം. ഈജിപ്തോളതി വികസിച്ചത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ലാസ്റ്റാണ്. അപ്പോഴാണ് ഈ മഹാത്ഭുതമൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായി ഒരു പേര് പോലും പ്രയോഗിക്കുന്നിടത്ത് എങ്ങനെയാണ് നിരക്ഷരനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുക? നമുക്ക് അവസാനിക്കാന്നാണ് തോന്നുന്നത്.
സൂറത്ത് യൂസുഫിലാണ് നമ്മളുള്ളത്. ആ സൂറത്ത് യൂസുഫിലേക്ക് തന്നെ നമുക്ക് കടന്നു പോകാം. പരിശുദ്ധ ഖുർആനിൻ്റെ ചില അധ്യായങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയ കലാവിരുദ്ധാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. എങ്ങനെ? യൂസുഫ് സൂറത്തിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് അഹ്സനുൽ ഖസസ് എന്നാണ്, ഏറ്റവും മനോഹരമായ കഥ എന്നാണ്. അവിടെ വെച്ച് ചില ഖുർആൻ അറിയാത്ത മഹാഭാഗ്യദോഷികളൊരു ആരോപണം ഉന്നയിക്കാറുണ്ട്. അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ കഥ എന്ന് ഖുർആൻ പറയുന്ന സൂറത്ത് യൂസുഫിലുള്ളത് പ്രണയക്കഥയല്ലേ എന്ന്. സുലൈഖ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രണയിക്കുന്ന കഥ, പിന്നാലെ കൂടുന്ന കഥ. ശരിയാണ്, പ്രണയം എന്ന് പറയുന്ന മാനസിക വികാരത്തെ അല്ല മനുഷ്യൻ മാറ്റിവെക്കേണ്ടത്. അത് ധർമ്മത്തോട് അനുബന്ധിച്ച് ധർമ്മത്തോട് അധിഷ്ഠിതമായി കൊണ്ടു നടക്കുന്നിടത്താണ് ശ്രദ്ധ വെക്കേണ്ടത്. മനുഷ്യന്റെ ഒരു വികാരമാണ് പ്രണയം, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ. ആ പ്രണയം സ്നേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചാണ് മനുഷ്യൻ ആലോചിക്കേണ്ടത്. അഹ്സനുൽ ഖസസാകുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ പ്രണയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. പിറകെ കൂടി ഒരു നിമിഷം പോലും അവരുടെ വൃത്തിഹീനമായ ഈ ദുശ്ചിന്തയ്ക്ക് യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം വഴിപ്പെട്ടില്ല. ഇതാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. പറയണ കഥ പ്രണയാണോ അല്ലേ എന്നുള്ളതല്ല. പിറകെ കൂടിയപ്പോ അതിന് വശംവദനായി എന്നായിരുന്നെങ്കിൽ അവർക്ക് ആരോപണം ഉന്നയിക്കായിരുന്നു. എത്രത്തോളം അത് പ്രയോഗിക്കുന്നിടത്ത് ഖുർആന്റെ ഒരു മഹാത്ഭുതമുണ്ട്. സുലൈഖ മഹാനായ യൂസുഫ് നബിനെ പ്രണയിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞത്. നേരെ മറിച്ച് വറാവദത്തുഹുല്ലത്തി, ഒരു സ്ത്രീ യൂസുഫ് നബിയെ പ്രണയിക്കാൻ ശ്രമിച്ചു. എന്താ അവരുടെ പ്രത്യേകത? ഹുവ യൂസുഫ് നബി ഫീ ബൈത്തിഹ, അവളുടെ വീട്ടിലെ ജോലിക്കാരനാകുന്നു, അവിടുത്തെ സെർവന്റാണ്, അടിമയാണ്. അതുകൊണ്ടെന്താ? പെട്ടെന്ന് വീഴാൻ പറ്റും. യജമാനത്തിയാണ് പ്രണയിക്കുന്നത്. അവിടുത്തെ പാവപ്പെട്ട ഒരു അടിമയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന്. സ്വാഭാവികമായും ഇവരുടെ താല്പര്യങ്ങൾക്കും ഇംഗിതത്തിനും വിധേയനാവേണ്ടി വരും. കാരണം അവരാണ് അന്നം തരുന്നത്. അവരുടെ വീട്ടിൽ അവരുടെ കൽപ്പനയൊക്കെ പാലിക്കാനാണ് അവർ കാശ് കൊടുത്ത് മേടിച്ചത്. അവരുടെ ഇംഗിതത്തിന് വിധേയനാവേണ്ടി വരും. എന്നിട്ട് പോലും മഹാനായ യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം അതിന് നിന്നുകൊടുത്തില്ല. ആ കാര്യം പറയുന്നിടത്ത് റാവദത്തുഹു സുലൈഖ, യൂസുഫ് നബിയെ സുലൈഖ പ്രണയിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞത്. വസാവദത്തുഹു, യൂസുഫ് നബിയെ പ്രണയിച്ചു, അല്ലത്തി, ഒരു സ്ത്രീ, ഹുവ, ഈ യൂസുഫ് അലൈഹിസ്സലാം ഫീ ബൈത്തിഹ, അവളെ വീട്ടിലെ വേലക്കാരനാണ്. എന്തേ റാവദത്തുഹു സുലൈഖാറിന് എത്ര എളുപ്പമുണ്ടായിരുന്നു? അതല്ല പ്രയോഗിച്ചത്. അതിൻ്റെ ആ സന്ദർഭത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും വിധത്തിൽ പ്രയോഗം തന്നെ മാറ്റുന്നു. അപ്പൊ അങ്ങനെ ആരോപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രണയം അന്നുണ്ടായി അവർക്ക് എന്നത് ശരി. അതിന് ഏത് വിധം യൂസുഫ് അലൈഹിസ്സലാം കൈകാര്യം ചെയ്തു, അതാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. നമുക്ക് യൂസുഫ് നബിയുടെ ഈ ഒരു കഥ പറയുന്ന സൂറത്തിലേക്ക് തന്നെ വരാം. ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേഗം തീർക്കും, ഒത്തിരി സമയം വേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ 2 മുസാഫ് തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്നും എൻ്റെ ഫോണിലും, ഒന്ന് പരിശുദ്ധ ഖുർആനിലെ നമ്മൾ സാധാരണ ഓതുന്ന ഈ പ്രിന്റ് ചെയ്ത ഭാഗവും. ഈ യൂസുഫ് നബിയുടെ കഥയുടെ ഈ സൂറത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഓരോ ചരിത്രമാണല്ലോ, അല്ലെങ്കിൽ ഓരോ ഭാഗമാണ്. ഏത് സൂറത്ത് എടുത്താൽ കുറച്ചു കാലം ഇങ്ങനെ സ്വർഗം പറയും, പിന്നെ നരകം പറയും, പിന്നെ മോചന മാർഗങ്ങൾ പറയും, പിന്നെ നശിക്കാനുള്ള കാരണങ്ങൾ പറയും, പിന്നെ ചിലപ്പോൾ ഫിഖിന്റെ മസല പറയും. ഇങ്ങനെ ഒരു സൂറത്തിൽ തന്നെ വിവിധങ്ങളായ പാഠഭാഗങ്ങൾ ഉണ്ടാവും. സൂറത്ത് യൂസുഫിന്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മഹാത്ഭുതം നമുക്ക് കാണാൻ പറ്റും. യൂസുഫ് സൂറത്ത് തുടങ്ങുന്നത് എന്ത് പറഞ്ഞാണോ അതേ കാര്യത്തിന്റെ മറ്റൊരു വേഷം പരിഗണിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. രണ്ടാമത്തെ ഖണ്ഡത്തിൽ എന്ത് കാര്യം ചർച്ച ചെയ്യുന്നോ അതിൻ്റെ അതേ വിഷയത്തിൻ്റെ മറുപടിയോ വിശദീകരണമോ പ്രതിഫലനോ ആണ് അവസാനത്തു നിന്ന് ഇങ്ങോട്ടുള്ള മേലേക്ക് പോരുന്ന രണ്ടാമത്തെ ഭാഗം. ഇവിടെ മൂന്നാമത്തെ ഭാഗത്തിൽ എന്ത് സംസാരിക്കുന്നോ അതേ ആശയത്തെ കുറിക്കുന്നതാണ് അടിയിന്ന് മേലേക്ക് പോണ മൂന്നാമത്തെ ഭാഗം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോ പദങ്ങളും ഓരോ അക്ഷരങ്ങളെയും എണ്ണിയെടുത്തിട്ടല്ല.
നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് തുടങ്ങുന്ന അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവാണ് ഈ കഥ പറഞ്ഞു തരുന്നത് എന്നും പറഞ്ഞിട്ടാണ്. സൂറത്ത് യൂസുഫ് അവസാനിക്കുന്നതോ ഈ കഥ അഹ്സനുൽ ഖസസ് ആകുന്ന കഥ അള്ളാഹു പറഞ്ഞു തരുന്നു. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഉഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആൻ പറഞ്ഞു തന്നതിൽ ഏറ്റവും മനോഹരമായ കഥ നമ്മൾ പറഞ്ഞു തരാം എന്നും പറഞ്ഞു തുടങ്ങുന്ന സൂറത്ത് അവസാനിക്കുന്നത് ലഖദ് കാന ഫീ ഖിസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ഇവരുടെ കഥയിൽ നല്ല പാഠമുണ്ട്. കുറച്ചും കൂടി മേലെ പരിശുദ്ധ ഖുർആൻ വകഅയ്യിം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് തുടങ്ങി ഖുർആനിൻ്റെയും വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ എന്ന് പറഞ്ഞ് പ്രവാചകത്വത്തിൻ്റെയും ആ പ്രവാചകന്മാർക്ക് ലഭ്യമാകുന്ന വേദത്തിൻ്റെയും അപ്രകാരം ആ വേദങ്ങളിലുള്ള ചരിത്രത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഏകദേശം അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ഖണ്ഡത്തിലേക്ക് കടക്കാം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുന്നതാണ് ആദ്യഘട്ടത്തിൽ. എന്നിട്ട് പിതാവിന്റെ മുമ്പിൽ പോയിട്ട് ആ സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ്. യാ അബത്തി ഇന്നി റഅയ്തു അഹദാശറ കൗകബൻ വശംസ വൽ ഖമറ ലി സാജിദി എന്ന് പറയുന്ന ആ ഭാഗം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പിതാവായ യാക്കൂബ് നബി പറഞ്ഞു കൊടുക്കുന്നു, ഇത് നിന്റെ കൂട്ടുകാർക്ക് നിന്റെ സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുക്കരുത്, അവർക്ക് അസൂയ വന്നേക്കാം. നിങ്ങൾക്ക് പിന്നീട് വരാനുള്ള മഹാവിജയത്തെയാണ് ഈ സ്വപ്നം പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ നേരെ അപ്പുറത്ത് അവസാനത്തിന്റെ മേലേക്ക് രണ്ടാമത്തെ ഖണ്ഡം പറയുന്നത് എന്താണ്? ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. യൂസുഫ് നബിയുടെ മുന്നിലേക്ക് മാതാവും പിതാവും എത്തുന്നു, സഹോദരന്മാർ വിഷണ്ണരായി എത്തുന്നു. ആ യൂസുഫ് നബി മഹാരാജാവാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, നമ്മൾ ഇതുവരെയും പീഡിപ്പിച്ച യൂസുഫാണ് ഈ മുമ്പിലിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുമ്പോൾ അവരെല്ലാവരും യൂസുഫ് നബിക്ക് പ്രണാമമർപ്പിക്കുന്നു. ഈ ഭാഗമാണ് പറയുന്നത്. തുടക്കത്തിൽ നിന്നുള്ള രണ്ടാം ഖണ്ഡത്തിൽ യൂസുഫ് നബി ഈ സ്വപ്നം കാണുന്നത് പറയുന്നു. അവസാനത്തിൽ നിന്ന് മേലക്ക് രണ്ടാമത്തെ ഖണ്ഡത്തിൽ ഈ സ്വപ്നത്തിന്റെ നിവൃത്തിയെ മനോഹരമായി വർണ്ണിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ പീഡിപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. കൊണ്ടുപോകുന്നു, കിണറിലിടുന്നു, കൊല്ലാൻ തീരുമാനിക്കുന്നു. അവരിൽപ്പെട്ട വലിയ ആൾ കൊല്ലണ്ട, നമുക്ക് കിണറിലിടാന്ന് പറയുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഈ ദുശ്ചിന്ത കാരണം വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അവസാനത്തിന്റെ മേലക്ക് മൂന്നാമത്തെ ഖണ്ഡത്തിലോ ഈ കൂട്ടുകാരും സഹോദരന്മാരും വിഷണ്ണരായി യൂസുഫ് നബിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വളരെ ദയനീയരാകുന്നു. യൂസുഫ് നബി അവരെ സഹായിക്കുന്നു. അന്ന് യൂസുഫ് നബിയെ എത്രമേൽ ഉപദ്രവിച്ചോ അതിനൊക്കെ പകരം അവർ വളരെ വിഷണ്ണരായി ഒന്നിനും കഴിയാതെ പട്ടിണി കടന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് എത്തുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. യൂസുഫ് നബി അന്നത്തെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തുന്നു. ആ കൊട്ടാരത്തിൽ യൂസുഫ് നബിയോട് സുലൈഹക്ക് പ്രണയം തോന്നുന്നു. അങ്ങനെ കീഴടക്കാനുള്ള ശ്രമം നടത്തുന്നു. യൂസുഫ് നബി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ സമയത്ത് സുലൈഖ രാജാവിൻ്റെ മുന്നിൽ യൂസുഫ് എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലടക്കുന്നു. അവിടെ നിങ്ങളുടെ മേലക്കോ യൂസുഫ് നബി ജയിൽ മോചിതനായി വരുന്നു. ആ പെണ്ണ് കുറ്റബോധത്തോടുകൂടെ സംസാരിക്കുന്നു. ഞാനാണ് യൂസുഫിനെ കീഴടക്കാൻ ശ്രമിച്ചത്, അദ്ദേഹം എന്നെ അല്ലെന്ന് പറയുന്നു. ഇപ്പുറത്ത് ഓടി ഓടി പിന്നാലെ കൂടി കുപ്പായം കീറുന്നു. യൂസുഫ് പറ്റിച്ചു എന്ന് രാജാവിന്റെ മുമ്പിൽ പോയിട്ട് അവർ കള്ളസാക്ഷ്യം പറയുന്നു. നേരെ മറിച്ച് കാര്യം ബോധ്യപ്പെടുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ആ പശുവിന്റെ കഥയുടെ വ്യാഖ്യാനമൊക്കെ നൽകി രാജാവിന് വല്ലാത്ത സന്തോഷം തോന്നി ഭരണമേൽപ്പിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയശ്രീലാളിതനായി വരുമ്പോ ഇന്ന് ആരോപണം നടത്തിയ സുലൈഖ യൂസുഫ് നബിയെ കുറിച്ച് നല്ലത് പറയുന്നു. അദ്ദേഹം അല്ലായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനാണെന്ന് അവർ വളരെയേറെ ഭവ്യതയോടുകൂടെ പറഞ്ഞു വെക്കുന്നു, പറയേണ്ടി വരുന്നു. ഞാൻ ചുരുക്കാണ്. അടുത്ത ഖണ്ഡത്തിൽ ആ ആദ്യ ഭാഗത്ത് യൂസുഫ് നബിയെ കണ്ട് സൗന്ദര്യത്തിൽ വിജംഭരിതരായി ആ പെണ്ണുങ്ങൾ, അന്നത്തെ കുമാരിമാർ കൈച്ചെത്തിയത് പറയുന്നു. ഇവിടുന്ന് മേലക്കോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, മാ ബാലു നിസ്ബത്തില്ലതി ഖത്തഅനായിദിയഹുന്ന, അന്ന് കൈചെത്തിയ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നു. എന്ത് മനോഹരമായ മുനാസബത്ത്, ബന്ധം, എന്ത് മനോഹരമായ ബന്ധം. ഇനി ഓരോന്നും നമ്മൾ ഇങ്ങനെ ചർച്ചയ്ക്ക് എടുക്കുക.
പോയി 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 ഒത്ത സെന്ററിൽ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയിലേക്ക് എത്തുന്നു. തൗഹീദിന്റെ പ്രഖ്യാപനം. യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നു, അള്ളാഹുവാണോ ശ്രേഷ്ഠൻ, അതോ നിങ്ങൾ ഈ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളാണോ? ഞാനൊരു 3-4 വിശദീകരിച്ചിട്ടുള്ളൂ. ഒരു 10-11 ആകുമ്പോഴേക്ക് ഒത്ത സെന്ററിൽ തൗഹീദിലേക്ക് ഇത് എത്തിച്ചേരുന്നു. യൂസുഫ് സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്ത് ആരംഭിക്കുന്നത് ഖുർആനിന്റെ ആധികാരികത പറഞ്ഞ്, ഖുർആനിൽ ഏറ്റവും മനോഹരമായ കിസ്സയാണിത് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത് ഈ കിസ്സയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് പിന്നീട് ഓരോന്നിങ്ങനെ ബന്ധത്തോടുകൂടെ വികസിച്ചു വരുന്നു. അവസാനം ഒത്ത സെന്ററിലെത്തുമ്പോൾ അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തങ്ങളായ പ്രതിഷ്ഠകളാണോ ശ്രേഷ്ഠർ, അതോ പടച്ച റബ്ബാണോ എന്ന് ചോദിച്ച് ഖുർആനിന്റെ ഏറ്റവും മൗലികമായ ഭാഗത്തിലേക്ക് ഇത് കടന്നു വരുന്നു. ഇങ്ങനെ കുറേ സൂറത്തിലുണ്ട്, സൂറത്ത് യൂസുഫിൽ മാത്രമല്ല. നിരക്ഷരനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അവതരിപ്പിച്ച ഒരു വേദം, ഒരു പുസ്തകം, വാക്യ സമാഹാരം എങ്ങനെയാണ് ഇவ்விധം ബന്ധപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാൻ കഴിയുക? ഖുർആന്റെ സർവാതിശായിത്വത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ട കുറേ ഭാഷാ മഹത്വങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇത് ഭാഷാപരമായ ചർച്ച ആയതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ വല്ലാതെ പ്രാവീണ്യമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനുള്ള ചെറിയ പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, നിരക്ഷരരായിരുന്ന റസൂൽ തങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു വേദത്തിൽ ഇത്രമേൽ സൂക്ഷ്മമായാണ് ഒരക്ഷരം പ്രയോഗിച്ചതെങ്കിൽ, ഒരക്ഷരം എന്തുകൊണ്ട് വാ പ്രയോഗിച്ചു, എന്തുകൊണ്ട് ഫാ പറഞ്ഞില്ല, ഒരേ അർത്ഥമായിട്ടും, ഇതൊക്കെ നമ്മൾ ഇനി ചർച്ചയ്ക്ക് വരേണ്ടതാണ്. കുറച്ചുകൂടെ സൂക്ഷ്മമായതുകൊണ്ട് തൽക്കാലം ഞാൻ മാറ്റിവെച്ചതാണ്. ഇനി ഖുർആനിലെ ശാസ്ത്രത്തെക്കുറിച്ച് പറയാനുണ്ട്, ഖുർആനിലെ നിയമങ്ങളെക്കുറിച്ച് പറയാനുണ്ട്, സാമൂഹിക ബന്ധത്തെക്കുറിച്ച് പറയാനുണ്ട്, ഖുർആനിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് പറയാനുണ്ട്, ഖുർആനിലെ മഴയെക്കുറിച്ച് പറയാനുണ്ട്, പ്രകൃതിയെക്കുറിച്ച് പറയാനുണ്ട്. ഓരോന്നും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ അത്രമേൽ വിപുലമാണ്. ഇത് കൊണ്ടുവന്നത് അവർക്കിടയിൽ ജീവിച്ചു വളർന്ന, ഒരിക്കലും സ്കൂളിൽ പോവാത്ത, ഹുദൈബിയ സന്ധി നടക്കുന്നത് മുത്ത് റസൂലിന്റെ വഫാത്തിന്റെ ഏകദേശം 3.5 വർഷം മുന്നെയാണ്, ഹിജ്റയുടെ 6-ാം വർഷത്തിൽ. അന്നുപോലും ഹബീബായ നബി തങ്ങൾ എഴുത്തറിയാത്ത ആളായിരുന്നു എന്ന് ബുഖാരി ഷരീഫിലെ ഹദീസിലുണ്ട്. അന്നുപോലും അത് റസൂലിനെ സംബന്ധിച്ച് മനോഹാരിതയാണ്. നമ്മളെ സംബന്ധിച്ച് സാക്ഷര കേരളം, സുന്ദര കേരളത്തിൽ ജീവിക്കണം, നമുക്ക് എഴുത്തറിയില്ല പറഞ്ഞാൽ മോശമാണ്. റസൂലിനെ തങ്ങളെ സംബന്ധിച്ച് അതൊരു അലങ്കാരമാണ്. എന്തുകൊണ്ട്? റസൂലാണെന്ന് അവസാനം വരെയുള്ള മുഅ്മിനിനും വിശ്വാസിക്കും അവിശ്വാസിക്കും മനസ്സിലാവാൻ ഏറ്റവും അടിസ്ഥാനപരമായ പോയിന്റ് നബിതങ്ങൾ നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് ലോകത്തെ എപ്പോഴും ചലനാത്മകമായി സംവാദാത്മകമായി സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാവേദം അവിടുന്ന് നമുക്ക് തന്നു പോകുന്നത്. എന്തുകൊണ്ടിത് സാധ്യമായി? ഒറ്റ വാക്കേ ഉള്ളൂ, മഹദാ ഖൗലുൽ ബഷർ. ഇത് മനുഷ്യവചനമല്ല, മനുഷ്യവചനമേ അല്ല. നസല ബിഹി റൂഹുൽ അമീൻ, അല്ലമീൻ, വിശ്വസ്തനാകുന്ന മലക്ക് ഇത് അവതരിപ്പിക്കുന്നു. അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിൽ, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. അങ്ങ് അറബി പഠിച്ചോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, ഖുർആൻ വ്യക്തമായ അറബി ഭാഷയിലാണ്. ഇപ്രാവശ്യവും നമ്മൾ ഖുർആൻ തന്നെ സംസാരിക്കാൻ കാരണം, ഖുർആനിൽ ഒരൊറ്റ നന്മ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചില പമ്പര വിഡ്ഢികളെ കുറിച്ചുള്ള ചർച്ച സജീവമായി ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഖുർആനിലേക്ക് കൂടുതൽ വരിക, ഓതിയും പഠിച്ചും ഉൾക്കൊണ്ടും നോക്കി നിന്നും. ഈ വേദം ഇങ്ങനെ തുറന്നിട്ട് നോക്കി നിൽക്കുന്നത് വലിയ പുണ്യാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക, അതുപോലും പുണ്യാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന വിധത്തിൽ അതിൻ്റെ മാനൊക്കെ ആലോചിക്കുക. ഫിറോവ് എന്ന് പറയുമ്പോൾ ഫിറോവിൻ്റെ കഥയാണ്, അള്ളാഹു എന്നത് വരുന്നത് അള്ളാഹിനെ പറ്റിയാണ്, ഇത് ജന്നത്ത് വരുന്നത് സ്വർഗത്തെക്കുറിച്ചാണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓതുക. നമ്മൾ നന്നാവാൻ ഇത് മാത്രം മതി എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി വളരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഖുർആനിനെ ആഴത്തിൽ പഠിച്ച് ദീനിൻ്റെ ദഅവത്ത് നടത്താൻ നമ്മുടെ മക്കൾക്കൊക്കെ, നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിനെല്ലാം സഹായവും ചെയ്യുന്ന നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ, അവരാണ് ഇതിൻ്റെ വളണ്ടിയേഴ്സ്. ശരിക്കും അവരെ എഴുതാനും പഠിക്കാനും വിട്ടിട്ട് നമ്മളുടെ ചെറുപ്പക്കാരാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. മോളിന്ന് അവർ വാതിൽ തുറന്ന് ഓരോരുത്തർ കസാര ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ വിന്യസിക്കുന്നത് മുതൽ, ചായ കൊണ്ടുവന്ന് തരുന്നത് മുതൽ, നമ്മളൊക്കെ എഴുന്നേറ്റ് പോയ പിന്നെ കസാരൊക്കെ അവർ റീസെറ്റ് ചെയ്യണത് മുതൽ
ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും നല്ല ചാലക ശക്തികൾ ഈ ദർസിലെ മുതഅല്ലിമീങ്ങളാണ്. അള്ളാഹു അവർക്കൊക്കെ ഖുർആൻ്റെ ഖാദിമീങ്ങളായി ഖുർആൻ്റെ ആഴമറിഞ്ഞ് ദീനിൻ്റെ പ്രബോധനം ചെയ്യുന്ന നല്ല പണ്ഡിതന്മാരായി വളരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.